ബാബു മാഷ് കസേരയിൽ ഇരിക്കുമ്പോഴായിരുന്നു കൊടുവായൂർ സ്കൂളിൽ നിന്നോ ഹെഡ് മാസ്റ്റർ ശിവൻരാമ മാഷും സഹപ്രവർത്തകരും വന്നത്. അവർക്ക് പിന്നാലെ മഞ്ഞളൂർ സ്കൂൾ ഹെഡ് മിസ്ട്രസും 2-3 ടീച്ചർമാരും എത്തി വിവരങ്ങൾ പറഞ്ഞു. അടുത്തു നിന്നിരുന്ന ശാരിയെ ആരാണെന്ന ഭാവത്തിൽ എല്ലാ പേരും നോക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ PTA പ്രസിഡന്റിൻ്റെ മൂത്ത മോളാണ്. ഈ കുട്ടിയും അഞ്ജത്തി ഗൗരിയും PTA പ്രസിഡന്റ് കൂടിയാണ് വന്നത്. എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. കഴിയുന്നതിന് മുൻപേ PTA പ്രസിഡന്റ് വന്നു. ആഹാ, എല്ലാ പേരും ഉണ്ടല്ലോ, ഇനി നമുക്കിറങ്ങാം. മാഷ് ഇപ്പോൾ പരിപൂർണ ആരോഗ്യവാനാണ്. താമസം കൂടാതെ ആശുപത്രിയിൽ എത്തിച്ചതാണ് ഭാഗ്യമായത്. മൈനർ അറ്റാക്ക്, ചിലപ്പോൾ വീണ്ടും ഒരു അറ്റാക്ക് കൂടി വന്നേക്കാമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. മരുന്നിന് എഴുതി വാങ്ങിച്ചു. നമുക്കിനി ഇറങ്ങാം. ഇനി മാഷിന് അല്പം വിശ്രമമാണ് ആവശ്യം. കുറച്ച് ദിവസം അവധിയെടുക്കട്ടെ. അവധിയെടുത്ത് നാട്ടിൽ പോയി വരട്ടെ. ഇവിടെ കൊടുവായൂരിലെ ആ കുടിസുമുറിയിൽ അങ്ങനെ ഒറ്റയാൻ വിടണ്ട. കൊടുവായൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശിവരാമ മാഷ് അല്പം അധികാരം കലർത്തി പറഞ്ഞു. വരട്ടെ, നമുക്ക് ആലോചിക്കാം മാഷേ. ആട്ടെ, നമുക്കിറങ്ങാം. മാഷുമാരൊക്കെ എങ്ങനെ വന്നത്? ഞങ്ങൾ പോയിക്കൊള്ളാം. പ്രസിഡന്റ് പോയിക്കൊള്ളണം. മാഷെ കൂടെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഇന്ന് എന്നോടൊപ്പം കഴിയട്ടെ. പിന്നെന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഒറ്റയ്ക്കുള്ള താമസം ഇനി പാടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. മോളെ, നിന്നെ ഹോസ്റ്റലിലാക്കേണ്ടേ? ആ, വേണം. എന്നാൽ ശരി. ഇദ്ദേഹം അസലായി വിയർത്തു. നല്ല നാരങ്ങ വെള്ളമോ മറ്റോ വേണമെങ്കിൽ കുടിക്കാം മാഷേ. ശരി മാഷന്മാരെ. ശരി ടീച്ചർമാരെ. മറ്റുള്ളവർ എങ്ങനെ പോകും? ഇവിടെ നിന്ന് എപ്പോഴും ബസ്സുണ്ടല്ലോ. ഞങ്ങൾ പോയിക്കൊള്ളാം. അച്ഛനും മക്കളും പിന്നെ മാഷും ഇറങ്ങി. ഡ്രൈവറെ വിളിച്ച് മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ സ്ലിപ്പ് കൊടുത്ത് മരുന്ന് വാങ്ങി വരാൻ ഏർപ്പാട് ചെയ്ത് കാറിന് പുറത്തു നിന്നു. ശാരിയും ഗൗരിയും കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. ബാബു മാഷിനെ മുൻവശത്തെ സീറ്റിലിരുത്തിയ ശേഷം ശാരി പുറത്തിറങ്ങി അച്ഛൻ്റെ അടുത്ത് ചെന്നു. എന്താ മോളെ, പറയൂ. ഞാൻ കൂടി വീട്ടിൽ വന്നോട്ടെ? ഈ മാഷിൻ്റെ താമസം സൗകര്യപ്പെടുത്തിയിട്ട് ഞാൻ പോയിക്കോളാം. അല്ലെങ്കിൽ കഷ്ടമല്ലേ അച്ഛാ? ആ കൊച്ചുമുറിയിലെ താമസം കൊണ്ടാണോ എന്തോ ഇപ്പോൾ ഈ അസുഖം വന്നത്? ആർക്കറിയാം. താമസത്തിന് നമുക്ക് എന്ത് ചെയ്ത് മാഷെ സഹായിക്കാൻ ഒക്കും? മുകളിലത്തെ 2 മുറികളിൽ ഒന്നോ അല്ലെങ്കിൽ താഴത്തെ എൻ്റെ വായന മുറിയോ നമുക്ക് മാഷിന് കൊടുക്കരുതോ? അന്യനാട്ടിൽ നിന്ന് വന്ന് ഇത്രയും പ്രതിഭാധനായ ഒരു പാർട്ടി സഖാവിനെ തെരുവാധാരമാക്കി കൂടാച്ചാ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? താമസ സൗകര്യം നീയും നിൻ്റെ അമ്മയും ഒരുക്കി കൊടുത്തോ? പക്ഷേ ആഹാരം നമ്മൾ വഹിക്കുന്നതിൽ ഒരു ഓഹരി കൊടുക്കണം. അച്ഛൻ്റെ ഒരു മൂത്ത മകനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയോ അങ്ങനെ. ശരി, നിൻ്റെ ഇഷ്ടം. അത് ഞാൻ പരിഹരിച്ചോളാം. അതിന് നീ ഇപ്പോൾ കോളേജിൽ പോകാതിരിക്കണമെന്നില്ല. ഉണ്ടോ? ഉണ്ടച്ചാ. നീ അർത്ഥമാക്കുന്നത് അച്ഛന് മനസ്സിലാകും. എനിക്ക് ആ മാഷെ ഇഷ്ടമാണച്ചാ. എൻ്റെ ജീവനേക്കാളും ആ മാഷെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത്ര പെട്ടെന്നൊരു ഇഷ്ടമോ? പെട്ടെന്നൊന്നുമല്ല അച്ഛാ. അദ്ദേഹത്തിൻ്റെ കഥകൾ എനിക്കിഷ്ടമാണ്. നോവലുകൾ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലാണ് ഞാൻ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ആ മാഷിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടത്തിച്ചു തരണം. അച്ഛൻ എന്നെ തെറ്റിദ്ധരിക്കുമോ? അച്ഛൻ്റെ മകളാണ് ഞാൻ. മാഷ് എവിടെ താമസിച്ചാലും ഇനി ഞാൻ കൂടെ ഉണ്ടാകണം അവിടെ എന്നൊരാഗ്രഹം. നിൻ്റെ ഈ തുറന്ന പറച്ചിലിൽ ഞാൻ അഭിമാനിക്കുന്ന മോളെ. ഒരു പാർട്ടി സഖാവിൻ്റെ മകൾ ഇങ്ങനെ വേണം. ഉള്ളിലൊന്ന് മറച്ചു വെച്ചിട്ട് പുറമെ മറ്റൊന്ന് പറയുന്ന രീതി നമ്മുടെ പാർട്ടി കീഴ്വഴക്കമല്ല. അങ്ങനെ ആവരുത് ജീവിതത്തിലും പ്രവൃത്തിയിലും. ഡ്രൈവർ വന്നു. നീ വണ്ടിയിൽ കയറൂ. എല്ലാ മരുന്നുകളും കിട്ടിയോ രാഘവ? കിട്ടി. 3200 രൂപയായി. അതിന് സാരമില്ല, നമുക്ക് പോകാം നേരെ വീട്ടിലേക്ക്. ശാരിക്കുഞ്ഞിനെ കോളേജിൽ വേണ്ട, ഇപ്പോൾ വീട്ടിലേക്ക് പതുക്കെ പോയാൽ മതി. മാഷെ പുറകിലിരിക്കണോ? കുലുക്കം കുറയും. ബുദ്ധിമുട്ടുണ്ട? ഇല്ല, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ. അയ്യോ, അത് മറന്നു. എടാ, ആ കടയുടെ വശത്തോട്ട് നിർത്തിയിട്ട് 3 നാരങ്ങ വെള്ളം വാങ്ങിക്കേ. ഇതാ പൈസ. MS നായർ കാറിൽ നിന്നിറങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. മാഷു വാ, ബാക്ക് സീറ്റിലിരുന്നോ. ഞാൻ ഫ്രണ്ടിൽ കയറാം. കുറച്ചുകൂടി കാല് നീട്ടി ചാരി കിടക്കാമല്ലോ. അയ്യോ, അത് വേണ്ട. എനിക്കതിന് മാത്രം അസുഖമൊന്നുമില്ല. ഇല്ല തന്നെ. എന്നാലും അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വരുമെന്ന്. ഗൗരിമോളെ കുറച്ചുകൂടി നീങ്ങിയിരിക്കേ. അല്ലെങ്കിൽ ചേച്ചിയെ ഇപ്പുറത്തിരുത്തിയിട്ട് മോളെ കാറിൻ്റെ വശത്തിരുന്നോ. വേണ്ടച്ചാ. ശാരി ചേച്ചിയല്ലേ വശത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ചേച്ചിക്ക് പിണക്കമാകും. അല്ലെങ്കിൽ ചേച്ചി മാറ്, ഞാൻ വശത്തിരിക്കാം. ഗൗരി മാറിയിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം വർദ്ധിക്കുന്ന പോലെ മാഷിന് തോന്നി. വകവച്ചില്ല. തല ചുറ്റുന്നത് പോലെയും തൊണ്ട വരണ്ട് ഉണങ്ങുന്നത് പോലെയും ഒരു അനുഭവം. മുൻസീറ്റിൽ തന്നെ ഇരുന്നു. ശാരിയുടെ അച്ഛൻ നിർബന്ധിച്ചിട്ടും നിരസിച്ചു. ഈ ലഭിച്ച സഹായം തന്നെ വളരെ വലുതാണ്. പിന്നെ എന്തിനാണ് ആ കുട്ടികളുടെ അച്ഛനോടടുത്തുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നു? കണ്ണടഞ്ഞു വരുന്നത് പോലെ. ഞാനൊന്ന് മയങ്ങുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാവില്ല. മാഷ് ഉറങ്ങിക്കോളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ക് സീറ്റിലേക്ക് പോരാൻ. വണ്ടി നിർത്ത്. മാഷ് ഇറങ്ങി വാ. ഇറങ്ങി ബാക്ക് സീറ്റിലിരുന്നു. നല്ല വിയർപ്പ്. തുണിക്കട ഉണ്ടായിരുന്നെങ്കിൽ ഒരു തോർത്ത് വാങ്ങാമായിരുന്നു. മുഖം തുറയ്ക്കാനാണോ? ആ മാഷേ, എൻ്റെ ഷാൾ കൊണ്ട് മുഖം തുറയ്ക്കാമല്ലോ. ഇനിയിപ്പം തോർത്തിനൊന്നും നോക്കണ്ട. പോകാം അച്ഛാ. എന്താണിങ്ങനെ വിയർക്കാൻ? ആശുപത്രിയിൽ ഒന്നുകൂടി പോകണോ? ഇതെന്തൊരു വിയർപ്പാണ്? ശാരി ഭയന്നതുപോലെ പറഞ്ഞു. ഇന്നലെ ഹെവി ഫുഡല്ലേ കഴിച്ചത്. ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നും കഴിക്കാമെന്ന് വിചാരിച്ചു. ബാപ്പുച്ചിയോട് ചോറിന് പറഞ്ഞിട്ടായിരുന്നു സ്കൂളിൽ കയറിയത്.
അതുകൊണ്ടായിരിക്കണം ഉറക്കത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. 2 മണിയായി കാണും. നാളെ നെന്മാറ സ്കൂളിൽ വെച്ച് ഒരു ഫംഗ്ഷന് സംസാരിക്കാൻ ഒരു പ്രിപ്പറേഷൻ വേണമായിരുന്നു. നാളെ എന്ത് വിശേഷം മാഷേ? വരുന്ന ഫെബ്രുവരി 21-ന് ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ. കേരളമാകെ അത് ആചരിക്കണം. അതിൽ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതാണ് വിശദീകരിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു രക്തസാക്ഷി ദിനം കൂടിയാണ്. മാതൃഭാഷാ പഠനത്തിനു വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളെ പട്ടാളം വെടിവെച്ചു കൊന്നതിൻ്റെ വാർഷികാചരണം കൂടിയാണ് ആ ദിനം. അതോടൊപ്പം ലോകം രാഷ്ട്രങ്ങളിലെയും വിശിഷ്യ ഇന്ത്യയിലെയും ഇടതുപക്ഷ പുസ്തക പ്രസാധകർ ഫെബ്രുവരി 21 റെഡ് ബുക്ക് ഡേ ആയി ആചരിക്കാനുള്ള തീരുമാനവും ഇതോടൊന്നിച്ച് ചേർത്ത് വായിക്കണം. അച്ഛ, കൂടുതൽ സംസാരിപ്പിക്കേണ്ട, കൂടുതൽ വിയർക്കുന്നു. രാഘവ, AC കുറച്ചുകൂടി കൂട്ടിയേ. ശാരി ഷാൾ കൊണ്ട് വീണ്ടും മുഖം തുറച്ച് നീങ്ങിയിരുന്നിട്ട് സീറ്റിൽ ശാരിയിരുന്ന് ഉറങ്ങാൻ പ്രേരിപ്പിച്ചു. ഉറങ്ങിപ്പോയി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ 3 മണിയാകുന്നു. ഉച്ചയ്ക്കും പട്ടിണി. അതാണ് ക്ഷീണം. വേണ്ട, ഇനി അങ്ങനെ വിട്ടുകൂടാ. ഞാൻ അച്ഛനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാം അച്ഛൻ നോക്കിക്കോളും. ഈ അലക്ഷ്യമായ ജീവിതത്തിന് ഒരു ചിട്ട വരുത്തണം. ആരോഗ്യമാണ് പ്രധാനം. കൂടുതൽ അലച്ചിൽ വേണ്ട. എഴുതാൻ ഞാൻ കൂടി സഹായിക്കും. കിട്ടുന്ന സമയമെടുത്ത് 2-3 നോവലുകളെങ്കിലും ഞാൻ ഇംഗ്ലീഷിലാക്കും. പ്രസിദ്ധീകരിക്കാൻ മാർഗങ്ങൾ താനേ വന്നു ചേരും. ദാ ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നോവലിസ്റ്റിനെ എൻ്റെ അടുക്കൽ എത്തിച്ചു തന്ന ആ ശക്തിയുണ്ടല്ലോ, എല്ലാറ്റിനും എല്ലായ്പ്പോഴും എന്നെ സഹായിക്കും. തീർച്ചയാണത്. ഉറങ്ങി മുഖം തൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു വീണപ്പോൾ ചുമൽ കുറച്ചുകൂടി ചേർത്ത് വച്ചു. അച്ഛൻ മനഃപൂർവ്വമാണ് സീറ്റ് മാറിയിരുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? അച്ഛന് എൻ്റെ മാഷെ അങ്ങ് പിടിച്ചു. അച്ഛന് ഒരു കുറ്റവും മാഷിൽ കാണാൻ കഴിയുന്നുമില്ല. വല്ല കുറ്റവും ഉണ്ടെങ്കിലല്ലേ പറയാനും കണ്ടെത്താനും കഴിയൂ. വീടെത്തിയിട്ടും മാഷ് ഉണർന്നില്ല. മാഷേ, വീടെത്തി, ഇറങ്ങാം. എത്തിയോ? ഞാൻ ഉറങ്ങിപ്പോയി. മരുന്ന് സഞ്ചി എടുത്ത് ശാരിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ തുണ്ടിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് വേണം മരുന്നുകൾ കൊടുക്കേണ്ടത്. ശരി അച്ഛാ. എന്നെ എൻ്റെ റൂമിലാക്കാമായിരുന്നു. ശാരി, ആ മരുന്ന് ഇങ്ങ് തന്നേക്ക്, ഞാൻ നോക്കി കഴിച്ചോളാം. എന്നെ എൻ്റെ മുറി വരെ ഒന്ന് കൊണ്ടാക്കാൻ ഡ്രൈവറോട് പറയാമോ? ഇല്ല മാഷേ, മാഷിനി എങ്ങോട്ടുമില്ല. ഈ വീട്ടിൽ ഒരു മുറി മാഷിന് ശരിയാക്കി തരും. കുറച്ച് ദിവസം ലീവ് എടുത്ത് വിശ്രമം, പിന്നെ സ്കൂളിൽ പോയാൽ മതി. എൻ്റെ ബാഗ്, ഡ്രസ്സുകൾ എല്ലാം റൂമിലാണ്. അത് നാളെ ഞാനും ഡ്രൈവറും കൂടി എടുത്തുകൊണ്ട് വരാം. മാഷിനൊരു മുറി ശരിയാക്കാൻ വിനീത അമ്മയോട് പറയാം. വരണം മാഷേ, മുറിയിലേക്ക് പോകാം. മാഷ് ചെല്ല്, ഞാൻ ഈ വേഷമൊന്ന് മാറട്ടെ. ഇതെൻ്റെ വായന മുറിയാണ്. കുറച്ച് ദിവസം ഈ മുറിയിൽ കഴിയണം. സ്റ്റെയർ കേസ് കയറിക്കൂടാ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച വിശ്രമം, പിന്നെ ചെക്കപ്പിന് പോകണം. എന്താ, പ്രിസ്ക്രിപ്ഷൻ വായിക്കുന്നോ? വേണ്ട, പറഞ്ഞു തന്നാൽ മതി. ഗുളികയും മറ്റും ഞാനും ഗൗരിയും കൂടെ പഠിച്ചു വച്ചിരിക്കും. ഞാൻ ഹോസ്റ്റലിൽ പോയാലും അവളെല്ലാം കൃത്യമായിട്ട് എടുത്തു തരും. വ്യാഴം, വെള്ളി, പിന്നെ ശനിയും ഞായറും, ഈ 4 ദിവസവും ഞാൻ കാണും. നോക്കട്ടെ, ഞാൻ പോയി വരാൻ അച്ഛൻ അനുവദിച്ചാൽ ഞാൻ ഒപ്പം കാണും. ഞാൻ ഒരു കണക്കിന് ഭാഗ്യം ചെയ്തവനാണ്. അതെന്താണ് അങ്ങനെ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സ്കൂളിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനും ഇങ്ങനൊരു വീട്ടിൽ വന്ന് ചേരാനും ഭാഗ്യമുണ്ടായത്. ഞാനാണ് ഭാഗ്യം ചെയ്തത്. വർഷങ്ങളായി ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരാളെ എൻ്റെ മുന്നിൽ എത്തിച്ചു തന്നത് ഭാഗ്യം കൊണ്ടല്ലേ? അങ്ങനെ കരുതുന്നതിൽ ഒരു തെറ്റുമില്ല. അതിരിക്കട്ടെ, എല്ലാം കൂടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എത്ര രൂപ ചിലവായി? നാളെ ഞാൻ റൂമിൽ പോകാം. പെട്ടിയും പ്രമാണങ്ങളെല്ലാം എടുക്കണ്ടേ? അതെല്ലാം അച്ഛന് വിട്ടേര്. അല്ല, എനിക്ക് ബാങ്കിൽ പോകണം. അച്ഛന് ചിലവായ തുക എടുത്തു കൊടുക്കണം. അതിനിത്ര ധൃതി വേണോ? ധൃതി വേണ്ടതിന് ധൃതി തന്നെ വേണം ശാരി. ഈ ചെയ്തു തരുന്നതൊക്കെ തന്നെ വലിയ സഹായമാണ്. പിന്നെ രൂപ കൂടി ചെലവഴിക്കുന്നത് ന്യായമല്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ സഹായിക്കുന്നത് പോലെയാണോ ഇത്? പിന്നല്ലാതെ. എന്നാൽ അങ്ങനെയല്ല. എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റാത്ത അവസരത്തിലാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് പറയേണ്ടി വന്നു. എന്നെ ഇഷ്ടമാണെന്ന് കരുതി പറഞ്ഞു പോയതാണ്. എന്ത് പറഞ്ഞു എന്നാണ്? എനിക്ക് മാഷെ ഇഷ്ടമാണെന്ന്, ജീവനേക്കാളും മറ്റെന്തിനേക്കാളും ഇഷ്ടമാണെന്ന്. നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന്. മാഷിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ അച്ഛൻ അന്വേഷിച്ചോളും. അപ്പോൾ കല്യാണം ഉറപ്പിച്ചു അല്ലേ? ശാരി, ഞാനൊരു സാഹിത്യക്കാരനാണ്, ശരി തന്നെ. പക്ഷേ എൻ്റെ അച്ഛനമ്മമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 4 പേർ സഹോദരിമാരാണ്. അവരെല്ലാവരും വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരൊടുത്ത് കുടുംബജീവിതം നയിക്കുന്നു. അച്ഛനും അമ്മയും തറവാട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അവരെ മറന്നിട്ട് ഇവിടെ ഒരു കുടുംബജീവിതം സാധ്യമാകുമെന്ന് ശാരി കരുതുന്നുണ്ടോ? എനിക്ക് ശാരിയെ ഇഷ്ടമാണ്. ഏതോ പൂർവ്വജന്മബന്ധം പോലെയുള്ള ഒരാകർഷണം. അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ശാരിയെപ്പോലൊരു പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ലിറ്ററേച്ചർ ബിരുദാനന്തര ബിരുദധാരി, എൻ്റെ നോവലുകൾ വിവർത്തനം ചെയ്യാൻ പ്രാവീണ്യമുള്ള ഒരു യുവതി. ഇതൊക്കെ എൻ്റെ സങ്കല്പങ്ങളായിരുന്നു. അതിപ്പോൾ എൻ്റെ നിലപാടിൻ്റെ പരിഭാഷകയായി. ശാരി എൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ സങ്കല്പ കാമുകിയെ കണ്ടെത്തിയതിലുള്ള നിർവൃതിയിലായിരുന്നു. പക്ഷേ ഒരു പക്ഷേയും വേണ്ട. കൂടുതൽ സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ശരി, മിണ്ടുന്നില്ല. ഒന്ന് കുളിക്കണമായിരുന്നു. ദേഹമാസകലം വിയർപ്പാണ്.
അതിനെന്താ, അതാണ് ബാത്റൂം. അവിടെ എൻ്റെ കുളിത്തോർത്തും സോപ്പും കാണും. ഞാനൊരു സോപ്പും തോർത്തും എടുത്തുകൊണ്ട് വരാം. എണ്ണ അതിനകത്തുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. ഞാൻ ഹീറ്റർ ഓൺ ചെയ്ത് പൈപ്പ് തുറന്നു വച്ചിട്ട് പോകാം. ശാരി, തൻ്റെ തോർത്തും സോപ്പും ഉപയോഗിച്ചോളാം. ഇനിയിപ്പോൾ ആരെയും ശല്യപ്പെടുത്തേണ്ടെന്ന്. തോർത്ത് എടുക്കുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. വിരോധമോ? എന്തിന്? എന്നായാലും അങ്ങനെയൊക്കെ വേണ്ടതല്ലേ മാഷേ. അത് അധികം വൈകരുതെന്ന് മാത്രം. അച്ഛനും അമ്മയും ഇപ്പോൾ കഴിയുന്നത് പോലെ കഴിയും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ സഹോദരിമാരൊക്കെ ഇല്ലേ, അവർക്കൊപ്പം നമ്മളും കാണും. അതാണ് നമ്മൾ കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനം. ശരി, എനിക്ക് നല്ല ഡയറ്റ് നിയന്ത്രണം വല്ലതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഗൗരിയാണല്ലോ അച്ഛനോടൊന്നിച്ച് പോയത്. മത്സ്യം ചെറിയത് കൂട്ടാം. മാഷിനത് വേണ്ടല്ലോ. പച്ചക്കറികൾ ഫൈബർ ഉള്ളത് കൂടുതൽ കഴിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ചാൽ ഡയബറ്റിക്കിൽ നിന്ന് രക്ഷ നേടാം. എനിക്ക് ഡയബറ്റിക് ഒന്നുമില്ല. വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ശാരി, എന്തിനിങ്ങനെ ഒരേ നിൽപ്പ്? ആ കസേരയിലോട്ട് ഇരുന്നുകൂടെ? ഞാൻ ആ കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്നോട്ടെ മാഷേ. ഒരാശ. കാറിൽ മാഷ് എൻ്റെ തോളിൽ തലച്ചായ്ച്ചിറങ്ങിയപ്പോൾ ഞാൻ അറിയാതെ മറ്റേതോ ലോകത്താണെന്ന് തോന്നിപ്പോയി. ശാരി എഴുന്നേറ്റ് കട്ടിലിനരികിലിരുന്ന് മാഷിൻ്റെ കൈകൾ ഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഈ കൈകളിലാണ് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത്. എൻ്റെ എല്ലാം. കേട്ടോ? വെള്ളം നിറഞ്ഞു കാണും. എഴുന്നേറ്റ് കുളിക്കണം. ചൂട് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് കുളിച്ചാൽ മതി. ഇത്തിരി തണുത്ത വെള്ളം കൂടി ചേർത്താലോ? കുഴപ്പമില്ല. ചിലർക്കത് നീർത്താഴ്ച ഉണ്ടാക്കും. കുളി കഴിയുമ്പോൾ ഞാൻ ഭക്ഷണം തയ്യാറാക്കാം. ഇന്ന് പട്ടിണിയല്ലേ. എന്തെങ്കിലും കഴിച്ചിട്ടേ ഗുളികകൾ കഴിക്കാൻ പാടുള്ളൂ. ശാരി പുറത്തേക്ക് പോയി. മാഷെ, കിടക്കുകയാണോ? ശാരിയുടെ പിതാവും ഡ്രൈവർ രാഘവനും മുറിയിലേക്ക് കയറി വന്നു. ഇതാ മാഷിൻ്റെ ബ്രീഫ് കേസും സൂട്ട് കേസും. ആ സ്റ്റൗ ഞങ്ങളെടുത്ത് ഔട്ട് ഹൗസിൽ വച്ചിട്ടുണ്ട്. ബുക്കുകളെല്ലാം കെട്ടി ഷെൽഫിൽ അടക്കി വയ്ക്കാൻ ഗൗരിയെ ഏൽപ്പിച്ചു. സമാധാനമായല്ലോ? അതായിരിക്കട്ടെ. മാഷിൻ്റെ സ്ഥലം ഏതാണെന്നാണ് പറഞ്ഞത്? ഉദിയൻകുളങ്ങര. എന്താണ്? ഞാൻ തിരുവനന്തപുരം DCSനെ വിളിച്ചിരുന്നു. കാട്ടായിക്കോണം സഖാവിന് മാഷെ അറിയാം. ഓഫീസ് സ്റ്റാഫ് ജനാർദ്ദനൻ ആശാരിക്ക് കുടുംബത്തിലുള്ള എല്ലാ പേരെയും അറിയാം. മാഷ ആൾ ഫേമസ് ആണല്ലോ. കൊള്ളാം. നമ്മൾ ഒരുമിക്കേണ്ടവർ തന്നെ. ഞാൻ അടുത്തൊരു ദിവസം അങ്ങോട്ടൊന്ന് പോകും. ചില കാര്യങ്ങൾ സംസാരിച്ച് സെറ്റിൽ ചെയ്യും. നിങ്ങൾ ഇരുവരുടെയും വിവാഹം ഇനി വച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാനാണ്? ശാരിയുടെ പിതാവും മറ്റു 2 ബന്ധുക്കളും കൂടി ഉദിയൻകുളങ്ങരയിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു. അച്ഛനും അമ്മയ്ക്കും അളവറ്റ സന്തോഷം. കല്യാണം ഗുരുവായൂരിൽ വെച്ച് തീരുമാനിച്ചു. ഗുരുവായൂരിൽ വെച്ച് ഇരുവരുടെയും പാണിഗ്രഹണം നടന്നു. ഉദിയൻകുളങ്ങരയിൽ നിന്നും അടുത്ത ബന്ധുക്കൾ മാത്രം. വധുവിൻ്റെ ആൾക്കാരായിരുന്നു കൂടുതൽ. പിറ്റേ ദിവസം വധുഗൃഹത്തിൽ വെച്ച് ഒരു റിസപ്ഷൻ. അതിനടുത്ത 2 ദിവസം കഴിഞ്ഞ് ഉദിയൻകുളങ്ങരയിൽ വെച്ച് അവിടുത്തെ NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്വീകരണം. അതിനുശേഷം അവർ അച്ഛനോടും അമ്മയോടും അനുവാദം വാങ്ങി പാലക്കാട്ടേക്ക് തിരിച്ചു. തോരാത്ത മഴ. തുലാവർഷം കൊടുക്കുമെന്ന് തോന്നുന്നു. സ്കൂളിൽ സ്റ്റാഫ് റൂമിലിരുന്ന് ബാബു മാഷ് സ്വയം മനസ്സിൽ പറഞ്ഞു. സ്റ്റാഫ് റൂമിൻ്റെ ജനലിൽ കൂടി നോക്കിയാൽ അകലെയുള്ള കല്ലടിക്കോളൻ മലനിര ഇരുണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കാണാം. മഞ്ഞളൂർ ഗ്രാമമാകട്ടെ മഴ കൊണ്ട് വിറച്ചു നിൽക്കുന്നു. പാടങ്ങളിൽ കനത്ത മഴവെള്ളം നിറച്ചു കഴിഞ്ഞു. ഇനി അടുത്തെങ്ങും മലമ്പുഴ കനാലിൽ മലമ്പുഴ വെള്ളം നിറക്കേണ്ടി വരില്ല. കനാലിൽ നല്ല ഒഴുക്കുണ്ട്. കുളിക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സ്കൂളിലെ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി കനാലിൽ ഒഴുക്കിൽപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ പേരും ശ്രദ്ധിച്ചേ കനാലിൽ ഇറങ്ങാറുള്ളൂ. ഇതിനിടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സംസ്ഥാനതല മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ പോകേണ്ടി വന്നു. ശാരി കൂടെ വരാൻ നിർബന്ധിച്ചു. കോളേജിലെ ക്ലാസ് കട്ട് ചെയ്ത് വരരുതെന്ന് താൻ വിലക്കി. അവളുടെ ആഗ്രഹം പോലെ PG കഴിഞ്ഞ് PhD ചെയ്യട്ടെ. അത് താനായിട്ട് ഊതിക്കെടുത്തരുതല്ലോ. ശാരി ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെ. ശനിയാഴ്ചയോ വെള്ളിയാഴ്ച വൈകുന്നേരമോ ഡ്രൈവർ രാഘവൻ പോയി കൂട്ടിക്കൊണ്ടുവരും. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സംസ്ഥാനതല ശില്പശാലയിൽ താൻ അവതരിപ്പിച്ച പ്രവർത്തന കരട് രേഖ ഏകകണ്ഠമായി അംഗീകരിച്ചു. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു ഗവേണിംഗ് ബോഡി വേണമെന്ന ആശയം DPI നിർദ്ദേശിച്ചു. അതുകൂടി കൂട്ടിച്ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് ഉദിയൻകുളങ്ങര പോയി അച്ഛനെയും അമ്മയെയും കണ്ടു. കല്യാണത്തിനും മറ്റും ലീവ് എടുത്തതുകൊണ്ട് ലീവില്ല. അതിനാൽ പിറ്റേ ദിവസം തന്നെ പാലക്കാട്ടേക്ക് തിരിക്കേണ്ടി വന്നു. ഇളയ സഹോദരി ഇപ്പോൾ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. സമീപത്തുള്ള UP സ്കൂളിലേക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിച്ചു. ഭർത്താവ് സബ് രജിസ്ട്രാറാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര സബ് രജിസ്ട്രാർ ഓഫീസിൽ ജോലി നോക്കുന്നു. 3 കുട്ടികളുണ്ട്. 3 പേരും പെൺകുട്ടികൾ. പക്ഷേ അതിലൊരാൾ മൂകയും ബധിരയുമായിപ്പോയി. അതാണ് അവരുടെ ദുഃഖം. എന്ത് ചെയ്യാൻ കഴിയും? അവൾക്ക് മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ സ്കൂളിൽ പോകുവാൻ കഴിയൂ. അവൾ സ്കൂളിൽ നിന്ന് എത്തുന്നതുവരെ അമ്മയാണ് അവളെ നോക്കുക. ആഹാരം കഴിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആഹാരം ഉരുട്ടി വായിലേക്ക് വെച്ചു കൊടുത്താൽ പകുതിയും വായുടെ ഇരുവശത്തുകൂടി ഒലിച്ചിറങ്ങി ദേഹത്താകെ വീഴും. അതിന് സഹോദരിയും അമ്മയോ ഒരു തോർത്ത് വച്ച് ചിരിയിലൂടെ ഒലിച്ചിറങ്ങുന്നത് തുടച്ചു കളയും. ആഹാരം കൊടുക്കുന്നത് മാത്രമല്ല, മലമൂത്ര വിസർജനവും പ്രയാസമാണ്. പുറത്തേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അവൾ കൂവും. അപ്പോൾ ചെന്ന് ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ട് ക്ലോസറ്റിൽ ഇരുത്തിക്കോണം. അല്ലെങ്കിൽ ഇരിക്കുന്ന വീൽ ചെയറിലൂടെ അവൾ കാര്യം നടത്തും. എന്ത് ചെയ്യാനൊക്കും? അമ്മ എപ്പോഴും പറയും, ഇങ്ങനെയൊന്ന് വരാൻ എൻ്റെ കുട്ടി എന്ത് പാപം ചെയ്തു ദൈവമേ.
അത് കേൾക്കുമ്പോൾ ഹൃദയം പിളർക്കുന്ന വേദനയാണ് അനുഭവപ്പെടുക. കാണാൻ നല്ല കുട്ടി, നല്ല വെളുത്ത് തുടുത്ത് ചുരുണ്ട മുടിയും നല്ല ഉണ്ടക്കണ്ണുകളും. എല്ലാ പേരും പറയും, മാമൻ്റെ തനി സ്വരൂപം തന്നെ. ഈ കുട്ടിക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ ഈശ്വര. അവർ പറഞ്ഞത് ശരിയാണ്. തൻ്റെ ഛായ അവൾക്ക് വേണ്ടുവോളമുണ്ട്. താൻ അമ്മയെപ്പോലെയാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. അതുതന്നെ ഇവൾക്കും കിട്ടി. അമ്മയ്ക്കും അച്ഛനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. റോഡിന് അഭിമുഖമായി 3 മുറിക്കടകളുണ്ട്. അതിൻ്റെ വാടക കൂടാതെ വീട്ടിൻ്റെ തെക്കതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മുറി ബട്ടൺ ഹോൾ തുന്നൽ കടയ്ക്ക് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ് ബട്ടൺ ഹോൾ കട നടത്തുന്നത്. പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു വന്നതിന് ശേഷം LICയിലെ സെക്യൂരിറ്റി സ്റ്റാഫായി ജോലി നോക്കി. അവിടെ നിന്നും പിരിഞ്ഞതിന് ശേഷമാണ് ബട്ടൺ ഹോൾ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്. എപ്പോഴും നല്ല തിരക്കാണ്. പുള്ളിക്കാരനെ സഹായിക്കാൻ ഇപ്പോൾ 3 പെൺകുട്ടികൾ കൂടിയുണ്ട്. ജനാർദ്ദനൻ എന്നാണ് പേര്. പക്ഷേ ആൾക്കാർ പട്ടാളം പട്ടാളം എന്നേ വിളിക്കൂ. നല്ല മര്യാദക്കാരൻ. ഒരു ദുസ്വഭാവവും പറഞ്ഞു കേട്ടിട്ടില്ല. പാർട്ടിക്കാരൻ തന്നെ. ഇപ്പോൾ തിരക്കുള്ളതുകൊണ്ട് സജീവ പ്രവർത്തകനൊന്നുമല്ല. പ്രായവും പ്രവർത്തിക്കാത്തതിന് ഒരു ഘടകമാണ്. മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഏതാനും മദ്യക്കുപ്പികൾ ഉദയൻകുളങ്ങരയിലുള്ള ചില രഹസ്യ മദ്യപന്മാർ വാങ്ങിക്കൊണ്ടു പോകും. അതിന് മാർക്കറ്റ് വിലയേക്കാൾ കുറച്ചുകൂടി താഴ്ത്തിയാണ് പട്ടാളം വിൽക്കുന്നത്. പട്ടാളം വീട്ടിലുള്ളതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒരു സഹായമാകുമല്ലോ. താൻ ഒരു അസുഖക്കാരനായെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ വഴക്കു പറഞ്ഞു. അമ്മയും വിട്ടില്ല, ശകാരിച്ചു. അമ്മേ, നിങ്ങളെയൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ആര് വരുമായിരുന്നു എന്നാണ്. അച്ഛന് ഇത്രയും ദൂരമൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്ന പരുവമല്ല. പിന്നെ അളിയന്മാർ, അവരൊക്കെ ഒരു കുടുംബമായി കഴിയുന്നവരല്ലേ അമ്മേ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം മാത്രം മതി. അടുത്ത കാലത്തൊന്നും ഒരു ട്രാൻസ്ഫർ കിട്ടുമെന്ന് വിചാരിക്കുന്നുമില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞുകൂടാം. സ്നേഹമുള്ള മനുഷ്യപ്പറ്റുള്ള മനുഷ്യരാണമ്മേ പൊതുവിൽ ഈ പാലക്കാട്ടുകാർ. ആ സ്നേഹത്തെ നമ്മുടെ നാട്ടുകാരിൽ ചിലർ വല്ലാതെ മുതലാക്കി കളയുന്നു. അതാണ് തെറ്റ്. നീയും ഇപ്പം അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ പോലെയുള്ള ഒരാളായിരുന്നു ശാരി. അച്ഛനറിയോ, ഞാൻ പോലും അറിയാതെ ആ നിലപാട് എന്ന കൃതി അവൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. അത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ത്രില്ലിലാണ് ഞാനും ശാരിയും. നന്നായി വരട്ടെ. എടാ, പാടിക്കവിളാകത്ത് കുടിയിരുത്ത് ഉത്സവത്തിന് വന്നൊന്ന് തോഴണേ മോനെ. നമുക്കിവിടെ പറയിടണം. അതുപോലെ ആ മരുന്നുകളൊക്കെ തെറ്റാതെ കഴിക്കണം. ഇനി ചെക്കപ്പുണ്ടോ മക്കളെ? ഇല്ലച്ചാ, ഇനിയൊന്നുമില്ല. ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ വെളുപ്പിന് ഞാനും ശാരിയും കൂടി കുറച്ച് നടക്കാനൊക്കെ പോകും. റോഡിൽ കൂടി നടന്നിട്ട് അവരുടെ വയൽ വരമ്പിൽ കൂടി നടന്ന് വീട്ടിലെത്തും. എന്നിട്ടാണ് ചായ കുടിയും മറ്റും. ഏതായാലും സൂക്ഷിച്ചാൽ മതി. നമുക്ക് ചിലപ്പോൾ അടുത്ത് തന്നെ ഫോൺ കിട്ടിയേക്കും. എന്നാൽ എളുപ്പമായി. അതങ്ങനെ. എല്ലാ പേരോടും യാത്ര പറഞ്ഞിറങ്ങി. ബസ്സിൽ വേണ്ട, ട്രെയിനിൽ മതി യാത്രയെന്ന് ശാരി പ്രത്യേകം പറഞ്ഞിരുന്നു. ഓരോ നേരവും കഴിക്കുവാനുള്ള ഗുളിക പൊതിഞ്ഞ് പുറത്തെഴുതി തന്നയച്ചതുകൊണ്ട് ഒരു സംശയവും വേണ്ട. എടുത്ത് വായിലിട്ട് വെള്ളം കുടിച്ചാൽ മതി. ശാരി കോളേജിൽ പോകുമ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കുന്നത് ഗൗരിയാണ്. ഗൗരി ശാരിയെപ്പോലെ സംസാരപ്രിയയല്ല. കുറച്ച് സംസാരമേ ഉള്ളൂ. തന്നോട് ഒരു ചെറിയ അകലം കൂടി പാലിക്കേണ്ടതുണ്ടല്ലോ. അവളുടെ മാഷല്ലേ, അതായിരിക്കും. പഠിക്കുന്ന കുട്ടിയാണ് ഗൗരി. ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും 80% മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയാണ്. ഫസ്റ്റ് ക്ലാസ് തീർച്ച. ചേച്ചി പോകുന്ന കോളേജിൽ തന്നെ ചേർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം. ശാരിയുടെ അച്ഛന് ഗൗരിയെ മെഡിസിൻ അയച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ശാരി പറഞ്ഞു കേട്ടു. പ്രീ ഡിഗ്രി കഴിയട്ടെ. പാലക്കാട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ കൂടി അയച്ച് ട്രെയിൻ ചെയ്യിക്കാനാണ് ശാരിയുടെ പ്ലാൻ. ഭാഗ്യം പോലിരിക്കും. സമയം കിടക്കുകയല്ലേ, നോക്കാമല്ലോ. ശാരിക്ക് എന്തോ സ്വർഗം ലഭിച്ച മട്ടുണ്ട്. അവൾ പരിപൂർണ തൃപ്തിയാണെന്ന് തോന്നുന്നു. താനും അതെ. ഒരു നല്ല പെൺകുട്ടിയെ താൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെ ഭഗവാൻ കൊണ്ടു തന്നല്ലോ. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അവൾ പാലുമായി കടന്നു വരുമ്പോൾ മുറിക്കുള്ളിലിരുന്ന് ഏതോ ദൈവസ്വപ്നം കാണുകയായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആരെങ്കിലും കരുതിയിരുന്നതാണോ ഇങ്ങനെ പാലക്കാട്ടുള്ള മഞ്ഞളൂർ ഗ്രാമത്തിലാണ് തൻ്റെ വധു ഇരിക്കുന്നതെന്ന്? ഒരു ബ്രോക്കറുടെയും സഹായമില്ലാതെ ഒരു പെൺകുട്ടി തന്നെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അന്നവൾ പറഞ്ഞത് കേട്ടപ്പോൾ രസം തോന്നി. പാല് മാഷിന് അമ്മ കൊടുത്തയച്ചതാണ്. അങ്ങനെ ഒരു ചടങ്ങുണ്ടത്രേ. അത് ശരിയാണ്. ഞാൻ എൻ്റെ മാഷിന് ആദ്യം തന്നത് പാലടയാണ്. ബാക്കി ഞാൻ കുടിച്ച് വഴിച്ച് നടക്കുകയും ചെയ്തു. ഓർമ്മയില്ലേ? ഉണ്ടല്ലോ. എനിക്ക് വയ്യാതാവുന്നതിൻ്റെ തലേ ദിവസം നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഒരു ഭ്രാന്തനെന്നേ കരുതിയുള്ളൂ. ഞാൻ മറിച്ചാണ് കരുതിയത്. എൻ്റെ മാഷിന് ഞാൻ മധുരം നൽകിയത്. അതും എൻ്റെ അമ്മ എനിക്ക് കുടിക്കാൻ തന്നതായിരുന്നു. എന്നാലും ദാ ഈ പാല് കൂടി അങ്ങ് കുടിച്ചോട്ടെ. ചടങ്ങുകൾ തെറ്റിക്കണ്ട. എൻ്റെ കഴുത്തിൽ കിടന്നതൊക്കെ എന്ത് ചെയ്തു? അത് ഞാൻ ഊരി ആമപ്പെട്ടിയിൽ വെച്ചു. നാളെ അച്ഛനതെല്ലാം ബാങ്ക് ലോക്കറിൽ കൊണ്ട് വച്ചോളും. പാൽ ഗ്ലാസ് കയ്യിൽ വാങ്ങി പകുതി കുടിച്ചിട്ട് ശാരി കൈനീട്ടി. ഇങ്ങ് തരൂ, ബാക്കി എനിക്കുള്ളതാണ്. എനിക്ക് മാത്രം. ശാരി എൻ്റെ അടുത്ത് വാ, ഞാൻ പിടിച്ചു തരാം. മെല്ലെ കുടിച്ചാൽ മതി. എന്നാൽ ഒരു കണ്ടീഷൻ. ഞാനൊരു കവിൾ കുടിക്കും, പിന്നെ മാഷൊരു കവിൾ, പിന്നെ ഞാൻ. അങ്ങനെ. അതിന് പാല് മതി വരില്ല എങ്കിൽ നമുക്ക് നോക്കാം. ദാ ഗ്ലാസ് എൻ്റെ ചുണ്ടിലിട്ട് അടുപ്പിച്ചേ. നോക്കട്ടെ. ശാരി ഒരു കവിൾ കുടിച്ചിട്ട് ഗ്ലാസ് വാങ്ങി മാഷിൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചു. ആഹാ, നല്ല മധുരം. അത്രയ്ക്ക് മധുരമില്ലല്ലോ. എനിക്ക് തോന്നുന്നു നിൻ്റെ അതിരത്തിൻ്റെ മധുരമായിരിക്കുമെന്ന്. ഈ മാഷ് എന്തൊക്കെയാണ് പറയുന്നത്?
ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ശാരി അയാളുടെ അടുത്ത് ചേർന്ന് നിന്ന് മാറിടത്തിൽ തല താഴ്ത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. വരൂ, നമുക്ക് ഈ കട്ടിലിൽ ഇരിക്കാം. കേൾക്കട്ടെ, എന്താ ശാരിയുടെ പ്ലാൻ? പ്ലാനോ? എന്ത് പ്ലാൻ? ശാരിക്ക് ഇനിയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? വേണമല്ലോ. അത് കഴിഞ്ഞ് PhDയും ചെയ്യണം. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആയാൽ ബുദ്ധിമുട്ടാവില്ലേ? PG കംപ്ലീറ്റ് ചെയ്ത് എക്സാമും കഴിഞ്ഞിട്ട് മതി കുട്ടികളൊക്കെ. റിസർച്ചിന് കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വയറൊക്കെ നിറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് പ്ലാൻ. മാഷിന് കുട്ടികൾ നേരത്തെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഏതായാലും ശാരിയുടെ PG പ്രോഗ്രാം കഴിയട്ടെ. എന്താ? അതെ, അത് മതി. എന്നാൽ പിന്നെ അതങ്ങ് മനസ്സിൽ വച്ചാൽ മതി. ഇതാ നോക്ക് മാഷേ, ഈ കട്ടിലിൻ്റെ പകുതി എനിക്കുള്ളതാണേ. ഞാൻ എവിടെ കിടക്കും? മാഷ് ഇപ്പുറത്തും. തൊട്ടുകൂടായ്മ ഒന്നുമില്ല, ഒന്ന് സൂക്ഷിച്ചാൽ മതി. നല്ല പരിചയസമ്പന്നയെ പോലെ ആണല്ലോ. ഇതിലൊക്കെ എന്ത് പരിചയം? മാഷ് ഉറക്കം വിളിക്കണ്ട, ഒന്ന് ഉറങ്ങാം. വാന്ന്. ശരി. ശാരിക്ക് പോയി വന്ന് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടാണ് തിരികെ ഹോസ്റ്റലിൽ തന്നെ പോയത്. ഒരുപാട് റെഫറൻസിനും മറ്റും ലൈബ്രറിയിൽ പോകാനും മറ്റും ഹോസ്റ്റലാണ് സൗകര്യം. എന്നാലും ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ വന്നും പോയുമൊക്കെ ഇരിക്കും. തൻ്റെ കാര്യങ്ങൾ ഗൗരി ഭംഗിയായി നോക്കുന്നുണ്ട്. മരുന്നുകളൊക്കെ കൃത്യമായി എടുത്ത് ചെറിയ പാത്രത്തിലിട്ട് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അതുപോലെ ഭക്ഷണ സമയമാകുമ്പോൾ അവൾ വന്ന് വിളിക്കും. ഊണ് കഴിക്കും. സ്കൂളുള്ള ദിവസങ്ങളിൽ മിക്കപ്പോഴും ഒരു നേരം നടന്നു പോകും. തിരിച്ച് ഗൗരിയും താനും കൂടി കാറിൽ പോരും. സ്കൂളിൽ പഠന സമയം കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ കൂടി 10ാം സ്റ്റാൻഡേർഡുകാർക്ക് ക്ലാസ് എടുക്കാനുള്ള ടൈം ടേബിൾ തയ്യാറാക്കി സർക്കുലേറ്റ് ചെയ്തു. പഠനരീതി കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു. രാവിലെയുള്ള സെക്ഷനിലും വൈകുന്നേരമുള്ള സെക്ഷനിലും മാറി മാറി ക്ലാസ് എടുക്കാൻ അധ്യാപകരും തയ്യാറായി. തൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പഠനരീതി കുട്ടികളിൽ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും വളർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്കൂളിൻ്റെ രീതിയിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്താൻ PTA പ്രസിഡന്റും ഹെഡ്മിസ്ട്രസും സ്റ്റാഫ് അംഗങ്ങളും കൂടി തീരുമാനിച്ചു. സ്കൂളിന് മറ്റ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെപ്പോലെ ഒരു ഡയറിയും കലണ്ടറും വേണം. സ്കൂൾ ഡയറിയിൽ പറയുന്ന പ്രകാരമായിരിക്കണം സ്കൂളിലെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതുപോലെ കുട്ടികളുടെ കലാകായിക വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപജില്ലാ തലത്തിലും വിദ്യാഭ്യാസ ജില്ലാ തലത്തിലും കുട്ടികളെ മത്സരങ്ങളിൽ പരിശീലനം കൊടുത്ത് പങ്കെടുപ്പിക്കണം. കൂടാതെ വർഷാവർഷം സ്കൂൾ മാഗസിൻ പ്രസിദ്ധീകരിക്കണം. അതിൻ്റെ ആദ്യ ചുവടുവയ്പ് ക്ലാസ് മാഗസിനിൽ നിന്നും ആരംഭിക്കണം. വർഷാവസാനം ക്ലാസ് മാഗസിനിൽ ഉൾപ്പെടുത്തിയ കഥകളും കവിതകളും ഉൾപ്പെടുത്തി വേണം പ്രസിദ്ധീകരിക്കേണ്ടത്. സ്റ്റാഫ് കൗൺസിലും PTA സംയുക്തമായി കൂടിയ യോഗം സ്റ്റാഫിൻ്റെ തീരുമാനത്തിന് അംഗീകാരം നൽകി. ആ യോഗത്തിൽ വെച്ച് താനൊരു സജഷൻ കൂടി വെച്ചു. നമുക്കൊരു ഡേ കെയർ സെൻറ്റർ ആരംഭിക്കണം. കൂടാതെ DEOയുടെ അനുമതി വാങ്ങി 8ാം സ്റ്റാൻഡേർഡ് മുതൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ കൂടി ആരംഭിക്കണം. ഡേ കെയർ സെൻറ്ററിന് സ്ഥലത്തിൻ്റെ പ്രശ്നം വരും. നമുക്ക് ഒരു ടെമ്പററി ഷെഡ് അനുവദിച്ച് തന്നിട്ടുണ്ട്. DEOയിൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഈ വർഷം തന്നെ ഷെഡ് നിർമ്മിച്ചെടുക്കാനാകും. PTA ഏറ്റെടുത്ത് കെട്ടിക്കാമെന്ന് സമ്മതിച്ചാൽ എളുപ്പമാകും. ഒരു മുറി ഒഴിച്ചെടുത്താൽ ഡേ കെയറിനുള്ള സ്ഥലം കിട്ടും. കുറച്ച് കളി സാമാനങ്ങളും ഒരു ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ തണലുള്ള ഭാഗത്ത് സ്ഥാപിക്കാവുന്നതേയുള്ളൂ. ഇതിനൊക്കെ ഫണ്ട് വേണ്ടേ മാഷേ? PTAക്ക് അതിന് മാത്രം ഫണ്ടുണ്ടോ? ഫണ്ട് വേണ്ട, നമുക്ക് ഇവിടുത്തെ പ്രമുഖരായ വ്യക്തികളെ കാണാം. ഓരോരോ കാര്യങ്ങളും അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം. ഇത്തിരി മെനക്കെട്ടാൽ ഡേ കെയറിൽ വന്നു ചേരുന്ന കുട്ടികളെ നാം 10ാം സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച് വിജയിപ്പിച്ച് രക്ഷകർത്താക്കളെ ഏൽപ്പിക്കും. മാഷേറ്റോ, കൂടെ PTA ഉണ്ടാകും. നമുക്കൊന്ന് ശ്രമിക്കാം. ഈ സ്കൂളിനെ പുറലോകം ഒന്നറിയട്ടെ. PTAക്ക് ആവേശമായി. സ്കൂളിനൊരു പുതിയ മുഖച്ഛായ വരുത്താനുള്ള ശ്രമത്തിൽ അവർ തങ്ങളുടെ പങ്കുവഹിക്കുവാൻ തയ്യാറായി. സ്കൂളിലെ ഡേ കെയറിന് ആവശ്യമായ കുഞ്ഞു ചൂരൽ കസേരകൾ, കളിസാമാനങ്ങൾ എല്ലാ പേരും കൂടി ഇറങ്ങിയപ്പോൾ വാഗ്ദാനങ്ങൾ പെരുമഴ പോലെ വന്നു. ഷെഡ് കെട്ടിയാലേ ഒരു മുറി ഒഴിപ്പിച്ചെടുക്കാൻ കഴിയും. അതിന് താൻ തന്നെ പോകേണ്ടി വന്നു. കുഞ്ഞികൃഷ്ണൻ പീറ്റക്കണ്ടി സാർ നല്ല മനുഷ്യനാണെന്ന് നേരത്തെ അറിയുന്നതായിരുന്നുകൊണ്ട് തങ്ങളുടെ സതുദ്ദേശത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ഷെഡ് PTAയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ അനുമതി നൽകി. രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് സ്കൂൾ ഡയറിക്ക് രൂപം കൊടുത്തു. ശാരി ഹോസ്റ്റലിലാണ്. ആരും നിയന്ത്രിക്കാനില്ല. ഗുളികയും വെള്ളവും കുടിക്കാനുള്ള പാലും കൊണ്ട് അടച്ചു വെച്ചിട്ട് ഗൗരി പോയി. നാളെ ഹെഡ്മിസ്ട്രസിനെ കാണിച്ചിട്ട് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കണം. ഒരു ഡയറിക്ക് 10 രൂപ പ്രകാരം കുട്ടികൾ കൊടുക്കണം. വില തൻ്റേതായ രീതിയിൽ പറഞ്ഞുവെന്നേയുള്ളൂ. സ്റ്റാഫും PTAയും കൂടി തീരുമാനിച്ചോട്ടെ. ചോദിച്ചാൽ പറയാം മിനിമം 10 രൂപയെങ്കിലും വേണ്ടി വരുമെന്ന്. കലണ്ടർ തയ്യാറായപ്പോൾ മണി 2. തുറന്നു കിടന്ന കതകിൽ തട്ടി ഗൗരി വന്നു. എന്താ മാഷേത്? ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ഉറക്കം വിളിക്കരുതെന്ന്. ശാരി ചേച്ചി ഇതറിയണം. അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അല്ലല്ല, ഈ ഗുളികയും കഴിച്ചില്ലേ? എൻ്റെ അമ്മയെ പാലും കുടിച്ചില്ലല്ലോ. പാല് പുളിച്ച് കാണും. മാഷ ഗുളിക എടുത്ത് കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഞാൻ സ്കൂൾ ഡയറി തയ്യാറാക്കുകയായിരുന്നു, എല്ലാം മറന്നുപോയി. ഇത് നല്ല മറവി തന്നെ. ഡയറിയൊക്കെ നാളെ ഉണ്ടാക്കാം. ആ ഗുളിക എടുത്ത് കഴിക്കണേ. ഞാൻ കഴിച്ചോളാം, ഇയാൾ പോയിക്കോ. അങ്ങനെ ഞാനിപ്പം പോണില്ല. ആ ഗുളിക എടുത്ത് കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ഞാൻ കഴിച്ചോളാമെന്ന്. അല്ലെങ്കിൽ അതിങ്ങെടുക്ക്. ദാ ഗുളിക, വെള്ളവും ദാ. ഇനി ഉറങ്ങിക്കോന്ന്.
പാല് പുളിച്ച് കാണും. ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. ചേച്ചി എടുത്തില്ലാതെ പറ്റൂല തന്നെ. നാളെ ആവട്ടെ. കഥക് ചാരി പാൽ ഗ്ലാസും എടുത്ത് ഗൗരി പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിൽ പോയി ഡയറിയുടെ കരട് രൂപം ഹെഡ് മിസ്റ്ററിനെ ഏൽപ്പിക്കണം. തനിക്ക് ഉച്ചയ്ക്കാണ് ക്ലാസ്. അതുകൊണ്ട് ഉച്ചവരെ മറ്റു ചില പരിപാടികൾ നടത്താനുണ്ട്. 2 കഥകൾ 2 ആഴ്ചപ്പതിപ്പുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനൊരു രൂപം വരുത്തണം. റേഡിയോ നിലയക്കാർ ഫാമിലി പ്ലാനിംഗ് സെക്ഷന് വേണ്ടി ഒരു തുടർനാടകം എഴുതാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാറ്റിനും കൂടി സമയം പോരാതെ വരുന്നു. ഉറക്കമളിച്ച് കൂടുന്ന കർശന നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് എല്ലാ പേരും ശ്രദ്ധിക്കുന്നു. ഇന്നലെ രാത്രി ഗൗരിയെ തട്ടിയുണർത്തി തൻ്റെ അടുക്കലേക്ക് അയച്ചത് ശാരീര അമ്മയാണ്. സന്തോഷം തോന്നുന്നുണ്ട്. തൻ്റെ അമ്മയെപ്പോലെ തന്നെ മോനെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. രാവിലെ ചായ കൊണ്ടുവന്നപ്പോൾ ഗൗരി പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഉറക്കം എഴുന്നേറ്റിട്ടേ ഉണ്ടാവില്ലെന്ന്. ഞാൻ എത്ര താമസിച്ചിറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കും. ഇതാ ചായ, തണുക്കുന്നതിന് മുമ്പ് എടുത്ത് കുടിക്കണം. നീ എന്താ രാവിലെ കുളിയൊക്കെ കഴിച്ചോ? അമ്പലത്തിൽ പോകുന്നുണ്ടോ? ഇല്ല, രാവിലെ അങ്ങ് കുളിച്ചു. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണം മാഷേ. ഓ അതാണോ? അതിന് ഇത്ര വളച്ചുകെട്ടെന്തിന്? മാഷ്ക്ക് ശങ്കയാവുന്നില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ശങ്കയോ? എന്തിന്? ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രകൃതി നിശ്ചയങ്ങളാണ്. അതിന് ശങ്കിക്കേണ്ട ഒരു ആവശ്യവുമില്ല. രാവിലെ ബ്ലഡ് കൊടുക്കാൻ പോകണമല്ലോ. ചായ കുടിക്കല്ലേ? സോറി മാഷേ, ഞാൻ മറന്നു. ഞാൻ ഡ്രൈവറെ വിളിക്കട്ടെ? മാഷ് ഉടുപ്പും മുണ്ടും എടുത്തിട്ടേ ഞാൻ കൂടി വരണ്ടേ? തനിച്ച് പോകുമോ? വേണ്ട, ഞാൻ കൂടി വരാം. ഇല്ലെങ്കിൽ ചേച്ചി എന്നെ വഴക്കു പറയും. വേഗം ഒരുങ്ങി വരണേ മാഷേ. താനത് മറന്നിരിക്കുകയായിരുന്നു. ചെക്കപ്പിന് ചെല്ലുമ്പോൾ കുറച്ച് ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് ചെല്ലേണ്ടത്. മേശപ്പുറത്തിരുന്ന പ്രിസ്ക്രിപ്ഷൻ എടുത്ത് വായിച്ചു. ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ്, HbA1c, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ, SGOT, SGPT, ആൽക്കഹിൻ ഫോസ്, ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഇത്രയും ടെസ്റ്റുകളുടെ റിസൾട്ടാണ് കൊണ്ടു ചെല്ലേണ്ടത്. ഡ്രസ് ചെയ്ത് പ്രിസ്ക്രിപ്ഷനും പേഴ്സും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പൂമുഖത്ത് അമ്മയുണ്ട്. അച്ഛൻ പാടത്ത് പോയിട്ട് വന്നിട്ടില്ല. ഡ്രൈവറും ഗൗരിയും റെഡിയായി നിൽപ്പുണ്ട്. ഗൗരി, ഇയാൾ വരണ്ട കേട്ടോ. ഞാൻ പോയി ബ്ലഡ് കൊടുത്തിട്ടങ്ങ് വന്നേക്കാം. ഉച്ചയ്ക്കോ മറ്റോ രാഘവൻ പോയി റിസൾട്ട് വാങ്ങിയാൽ മതി. വേണ്ട വേണ്ട, മോളൂട്ടി പോയിക്കോ. ഇല്ലെങ്കിൽ നിൻ്റെ ചേച്ചി. എന്നാൽ പോകാം. ഗൗരി കാറിൽ കയറി. മുൻസീറ്റിൽ താനും വരുന്നു. കൊടുവായൂർ വരെ പോയാൽ തോമസ് ഡോക്ടർക്ക് ക്ലിനിക്കിനോട് ചേർന്ന ഒരു ലാബുണ്ട്. ലാബിലേക്ക് ചെന്നപ്പോൾ സാമാന്യം നല്ല തിരക്ക്. വെയിറ്റ് ചെയ്യാം. കാറിൽ തന്നെ ഇരുന്നു. ഡ്രൈവറോട് പറഞ്ഞു തിരക്കൊഴിഞ്ഞെങ്കിൽ വന്ന് പറയാൻ. താമസിക്കുമ്പോൾ എന്തോ മാഷ്ക്ക് വിശക്കൂലേ? അതൊന്നുമില്ല. എന്തിനാണ് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നത്? ബാക്ക് സീറ്റിൽ ഇരുന്ന് കൂടായിരുന്നോ? ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടാ. നീ ഇരുന്നാലെന്ത്? ഒന്നുമില്ലേ? ഒന്നുമില്ല. ഞാനല്ലേ എൻ്റെ ചേച്ചിയെ കാണിച്ചു തന്നത്. മാഷ് ക്ലാസ്സിൽ പറഞ്ഞു തന്ന കഥയിലെ ഹംസമല്ലേ ഞാൻ? നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ ഗൗരി? അതാ ഡ്രൈവർ വരുന്നുണ്ടല്ലോ. ലാബിൽ ആളൊഴിഞ്ഞ് കാണും. വരൂ. ബ്ലഡ് എടുക്കാൻ കൈ നീട്ടി കൊടുത്തിട്ട് കയ്യിലിരുന്ന പ്രിസ്ക്രിപ്ഷൻ ടെക്നീഷ്യനെ ഏൽപ്പിച്ചു. ബ്ലഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ ടെക്നീഷ്യൻ ചോദിച്ചു, എന്തിനാ മാഷേ ഈ സ്കൂളിൽ നിന്ന് പോയി കളഞ്ഞത്? എന്നും ഒരു സ്കൂളിലിരുന്നാലോ? ഒരു മാറ്റം. റിസൾട്ട് എപ്പോഴാകും? ഒരു 11:30 മണിക്ക്. ഞാൻ ഡ്രൈവറെ അയക്കാം. ബില്ലെത്ര? അയാളെല്ലാം കൂടി കൂട്ടിയിട്ട് പറഞ്ഞു. 1500 രൂപ. പേഴ്സിൽ നിന്ന് രൂപ എടുത്ത് കൊടുത്തപ്പോൾ ഗൗരി പറഞ്ഞു, അത് വേണ്ടായിരുന്നു മാഷേ. അമ്മ എൻ്റെ കയ്യിൽ രൂപ തന്നയച്ചിട്ടുണ്ട്. അതിനെന്താ, ഇതൊരു ചെറിയ തുകയല്ലേ. വാ പോകാം. കാറിൽ കയറി ഡ്രൈവറോട് 11:30-ക്ക് ലാബിൽ വന്ന് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു. കാർ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ ശാരി പൂമുഖത്ത് നിൽക്കുന്നത് കാണാമായിരുന്നു. ഇതെന്താ ശാരി ഇത്ര രാവിലെ? കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ തന്നോടായി ശാരി പറഞ്ഞതിങ്ങനെ. ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുമോ എന്ന് ഞാൻ ഭയന്നു പോയല്ലോ. സമാധാനമായി. എങ്കിൽ പിന്നെ ഈ കൊച്ചു എളുപ്പം കാലത്ത് ഞാൻ ഓടി വരേണ്ടിയിരുന്നില്ല. ഇന്നലെ നീ ഫോൺ ചെയ്തിട്ട് ഒന്നും പറയാത്തപ്പോൾ ഞാൻ കരുതി നീ മറന്നു കാണുമെന്ന്. മറന്നത് ഞാനല്ല, ചേച്ചിയുടെ മാഷ് തന്നെ. ചോദ്യയിൽ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അമ്മ എന്നെ വിളിച്ചു നിർത്തി മുറിയിൽ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ധൃതി പിടിച്ചിരുന്ന് എഴുതുന്നു. മണി സൂക്ഷ്മം 2. എങ്ങനെയുണ്ട്? ഞാൻ സ്കൂൾ ഡയറി തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ വൈകിപ്പോയി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 8 മണിക്ക് തിന്നാണ്ട ഗുളികയും പാലും മേശപ്പുറത്തിരുന്ന് മഞ്ഞു കൊള്ളുന്നു. പാല് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഉറയൊഴിക്കാമെന്ന് അമ്മ പറഞ്ഞു. റിപ്പോർട്ടിങ് കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് അകത്തേക്ക് പോകാമോ? വരണം വരണം. ആ ചായ ഞാനെടുത്ത് കുടിച്ചടി. നീ ഒരു ഗ്ലാസ് ചായ അമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവാ. പൂമുത്തിരുന്ന ദേശാഭിമാനി പത്രമെടുത്ത് അകത്തേക്ക് നിറക്കുമ്പോൾ പുറകെ വന്ന ശാരി പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കൂലെന്ന് തന്നെ അല്ലേ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? ഒരു കുഴപ്പവുമില്ല ശാരിക്കുഞ്ഞെ. നിൻ്റെ അനിയത്തിക്ക് വട്ടാണ്, അതോ അമ്മച്ചിക്കോ? നീ കയറി വാ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ട് ശാരി. എന്താണ്? എനിക്കെപ്പോഴും നീ ഇങ്ങനെ അടുത്ത് വേണമെന്ന തോന്നൽ. മനസ്സുകൊണ്ട് ഞാൻ എന്നും എപ്പോഴും മാഷിനോട് ഒന്നിച്ചില്ലേ? ഇന്ന് മാഷ് ലീവ് എടുക്കുമോ? നമുക്കിങ്ങനെ സംസാരിച്ച് പറഞ്ഞൊക്കെ ഇരിക്കാം. രാവിലെ എനിക്ക് ഈ ഡയറിയുടെ കരട് ഹെഡ് മിസ്ട്രസിനെ ഏൽപ്പിക്കണം. എന്നിട്ട് ഞാനിങ്ങ് പോരും. ഉച്ചയ്ക്കാണ് എനിക്ക് ക്ലാസ്. ഇന്നും നാളെയും ലീവ് എടുക്കേണ്ട. നാളെ എപ്പോഴാണ് ചെക്കപ്പിന് പോകാനുള്ളത്? രാവിലെ തന്നെ പോകാം. റിസൾട്ട് എപ്പോൾ കിട്ടും? 11:30-ക്ക് ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. വാങ്ങി വരും. എത്ര രൂപയായി? അതൊക്കെ ഞാൻ കൊടുത്തു. 1500 രൂപയും എൻ്റെ കുറച്ച് ബ്ലഡും.
അത് ഞാൻ അമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണല്ലോ കോളേജിൽ പോയത്. അതിനെന്താ, എനിക്ക് ശമ്പളമൊക്കെ ഉണ്ട് ശാരിക്കുഞ്ഞെ. പിന്നെ ചില്ലറ റോയൽറ്റിയും കിട്ടുന്നുണ്ട്. ഒരു സ്വത്തും ഇല്ലെങ്കിലും നമുക്ക് ആടിപ്പാടി ജീവിക്കാൻ അത് ധാരാളം. നീ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് അത്യാവശ്യമായി ഇത്തിരി എഴുതാനുണ്ട്. 2 ഷോർട്ട് സ്റ്റോറി, പിന്നെ ആകാശവാണിക്ക് ഒരു തുടർ നാടകം. കാശ് കിട്ടും, അതുകൊണ്ട് എഴുതി കൊടുക്കാം. അതിന് ഇത്തിരി ഉറക്കമൊഴിഞ്ഞാലും വേണ്ടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. മാക്സിമം 10 മണി, അതിനപ്പുറം കുറച്ച് നാളത്തേക്ക് സ്ട്രെയിൻ എടുക്കരുത്. പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞു തരാം, ചെവിയിൽ പറയട്ടെ. എനിക്കേ എനിക്ക് എന്നതാ ഇങ്ങനെ കെട്ടി പുണരാൻ. 1000 പ്രാവശ്യം മുഖത്ത് ഉമ്മ വയ്ക്കാൻ, എന്നും കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ. എഴുതാൻ ഞാൻ സഹായിക്കാം. ആ സഹായം മതി, എന്നാൽ പെട്ടെന്ന് തീർക്കാൻ കഴിയും. എനിക്ക് അങ്ങോട്ട് വരാമോ? ഗൗരിയുടെ ഫലിതം. ദാ ചായ. ചേച്ചി, നിങ്ങൾക്ക് നല്ല വല്ല പ്രോഗ്രാം ഉണ്ടോയെന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇല്ലെങ്കിൽ അച്ഛന് ആലത്തൂരിൽ കർഷക സംഘം ധർണ ഉദ്ഘാടനത്തിന് പോകാൻ കാറ് വേണം. ഇല്ല, ഞങ്ങൾ എങ്ങോട്ടുമില്ല. ഇവിടെ ഇത്തിരി പണിയുണ്ട്. നിനക്ക് ഉച്ചയ്ക്കോ രാവിലെയോ? ഉച്ചയ്ക്ക്. എന്നാലേ മാഷിൻ്റെ ലീവ് ലെറ്റർ ഹെഡ് മിസ്ട്രസിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. ഓ ശരി. ശരി, ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്. ഈ ഡയറിയുടെ കരട് രൂപം ഹെഡ് മിസ്ട്രസിന് വായിച്ചു നോക്കാൻ കൊടുക്കണം. വല്ല കത്തോ മറ്റോ ഉണ്ടെങ്കിൽ അതും എടുക്കണം. ഇന്നും നാളെയും ലീവ് എടുക്കണോ ശരി? ഞാൻ കോളേജിൽ പോകാതെ ഇങ്ങോട്ട് പോകുന്നതോ? എന്നാൽ പിന്നെ ഞാൻ കോളേജിൽ പോകാം. നേരമായിട്ടില്ല, ബസ്സിൽ പോയാൽ സമയത്തിന് അങ്ങെത്തും. പോട്ടെ. അങ്ങനെ അങ്ങ് പോകുമോ? ലാബ് റിസൾട്ട് അറിയണ്ടേ? ഓ അതെന്തിന്? അതെൻ്റെ കാര്യമല്ലേ. ചത്താലെന്ത് ജീവിച്ചാലെന്ത്. പോയിക്കോ. ശാരിയുടെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. അവളെ തന്നിലേക്ക് അടുപ്പിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, വല്ലതുമുണ്ടെങ്കിൽ ഇങ്ങെടുത്തു പോരെ. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. പോയിട്ട് വാ. ശാരി പുറത്തേക്ക് പോയി. ഗൗരി കൊണ്ടുവച്ച ചായ കുടിച്ചിട്ട് എടുത്തു കൊണ്ടുവന്ന ദേശാഭിമാനി പത്രം വായിച്ചു തുടങ്ങി. രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ അയാളെ കാത്ത് കുറച്ചധികം കത്തുകൾ കിടന്നിരുന്നു. കൂടുതലും സ്കൂളുകളിൽ നിന്നുള്ള അറിയിപ്പുകളാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദി രൂപീകരിച്ചതിൻ്റെ അറിയിപ്പുകൾ. യൂണിറ്റ് ഉദ്ഘാടനത്തിന് തനിക്ക് സൗകര്യമുള്ള തീയതി അറിയിക്കണമെന്നും ചില കത്തുകളിൽ ആവശ്യപ്പെട്ടിരുന്നു. DPIയുടെ സർക്കുലർ നിർദ്ദേശങ്ങൾ സ്കൂൾ അധ്യാപകർ അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളായിരുന്നു ആ കത്തുകൾ. കൂടാതെ വന്ന പ്രധാനപ്പെട്ട കത്ത് ഒരു അപ്പോയിൻമെൻ്റ് അറിയിപ്പായിരുന്നു. തന്നെ വിദ്യാരംഗം മാസികയുടെ ഹോണറ്റി എഡിറ്ററായി ഡെപ്യൂട്ടേഷനിൽ നിയമനം നൽകിയിരിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ എഡിറ്റർ തന്നെ ആയിരിക്കും വിദ്യാരംഗം സാഹിത്യവേദിയുടെ സംസ്ഥാന കോർഡിനേറ്ററും. സമ്മതമാണെന്നുണ്ടെങ്കിൽ മടക്കത്ത ബലിൽ മറുപടി അയക്കണം. ഹെഡ് മിസ്ട്രസിനും തന്നെ റിലീവ് ചെയ്യാനുള്ളൂ. അറിയിപ്പ് വന്നിരിക്കുന്നു. എല്ലാ പേർക്കും വിഷമമായി. സ്കൂളിനെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാഷിനെ സ്കൂളിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്നതിനോട് ആർക്കും യോജിക്കാൻ കഴിഞ്ഞില്ല. ശമ്പളക്കൂടുതലൊന്നുമില്ല, നാട്ടിൽ തന്നെ ഇരിക്കാം, അത്ര തന്നെ. DPI ഓഫീസിനുള്ളിൽ തന്നെയാണ് മാസികയുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. ആലോചിക്കട്ടെ, ഇപ്പോൾ തനിക്ക് നാട്ടിൽ പോയിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ വിവാഹം കഴിച്ച് ഈ നാട്ടുകാരനായി മാറിക്കഴിഞ്ഞാൽ തനിക്കിനി എന്തിനാണ് ഒരു സ്ഥാനചലനം? സാമ്പത്തിക ലാഭമുള്ള പക്ഷം സ്വീകരിക്കാമായിരുന്നു. ഇതിന് അതുമില്ല. ശാരിയുമായി ആലോചിച്ചിട്ട് എന്നിട്ട് മറുപടി എഴുതാം. അതാണ് നല്ലത്. ഉച്ചയ്ക്ക് അവധി കത്ത് ഹെഡ് മിസ്ട്രസിനെ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു. ശാരി മുറിയിലിരുന്ന് എന്തോ വായിക്കുന്നു. ആഹാ, വന്നോ? ഉച്ചയ്ക്ക് ലീവ് എടുത്തോ? എടുത്തു. അതല്ല എൻ്റെ ശാരി, എനിക്ക് തിരുവനന്തപുരം DPI ഓഫീസിൽ വിദ്യാരംഗം മാസികയുടെ എഡിറ്ററായി സേവനം നടത്തുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. എന്തു വേണം? ഒന്നും വേണ്ട. എങ്ങും പോകുന്നില്ല. എത്ര സാലറി കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞാലുമില്ല. ഞാൻ വിടൂല. അല്ലെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റണം. അതിപ്പോൾ പറ്റുന്ന സാഹചര്യമല്ല. PG കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണമെങ്കിൽ അപ്പോൾ നോക്കാം. വേണ്ട മാഷേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്നെ കൂടാതെ, എന്നെ കാണാതെ ഒറ്റയ്ക്കിനി കഴിയാൻ മാഷിന് പറ്റുമോ? അതൊരു സത്യമായിരുന്നു. ശാരിയില്ലാതെ, ശാരിയെ കാണാതെ കഴിയാൻ. ശാരി അടുത്തുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ എന്തെങ്കിലും എഴുതാൻ പോലും കഴിയുന്നത്. അതുകൊണ്ട് വേണ്ട, പോകുന്നില്ല. ആരോഗ്യസ്ഥിതി മോശമാണെന്ന് എഴുതാമല്ലോ. അതാണല്ലോ ശരിയും. അപ്പോൾ അതാണ് ശരിയായ തീരുമാനം. സ്കൂൾ ജീവിതമാണ് ധന്യം. കുഞ്ഞുങ്ങളിൽ അക്ഷരദീപം തെളിയിക്കുന്നതാണ് പുണ്യകർമ്മം. ബാക്കിയെല്ലാം തന്നെ നയിക്കുന്ന തൻ്റെ ആ ശക്തി സാക്ഷാൽ തൻ്റെ പാടിക്കവിളാകത്തമ്മ തന്നോളും. മനസ്സിൽ അങ്ങനെ കരുതിയത് ശരിയുമാണല്ലോ. തൻ്റെ അടുക്കൽ തന്നോട് ചേർന്ന് തൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഈ പെൺകുട്ടിയെ വിട്ടിട്ട് എങ്ങോട്ടുമില്ല. എന്ത് തീരുമാനിച്ചു? നീ തീരുമാനിച്ചല്ലോ. അതാണ് എൻ്റെയും തീരുമാനം. ആരോഗ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഏൽപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ജോലി സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് എഴുതി അറിയിക്കാം. അങ്ങനെ പറ, നല്ല കുട്ടി. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നാളെ രാവിലെ ചെക്കപ്പിന് പോകുന്നു. പോയിട്ട് നാം തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം രാവിലെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ പോകുന്നു. ചേച്ചി, ഇതാ രാഘവേട്ടൻ റിസൾട്ട് വാങ്ങി വന്നു. എവിടെ? ഇങ്ങ് കൊണ്ടുവന്ന്. റിസൾട്ട് വാങ്ങി നോക്കി. ഞാൻ വായിച്ചു തരട്ടെ? മാഷ് ശ്രദ്ധിച്ചോ. ബ്ലഡ് ഷുഗർ 96. വേണ്ടത് 70 മുതൽ 110 വരെ. കൊള്ളാം. HbA1c 5.3. വേണ്ടത് 4.3 to 6.3 വരെ. കുഴപ്പമില്ല. കൊളസ്ട്രോൾ 121. 200 വരെ ആകാം. ക്രിയാറ്റിൻ
1.06 മുതൽ 1.4 വരെ ആകാം. ദാ നോക്കൂ മാഷേ, ഒരു റിസൾട്ടിലും മോശപ്പെട്ട അവസ്ഥയില്ല. ഇങ്ങനെ എപ്പോഴും ഇരുന്നാൽ മതിയായിരുന്നു. ഡോക്ടർ പറഞ്ഞ രീതിയിൽ ആഹാരക്രമം തെറ്റാതെ നോക്കണം. ഞാൻ കൂടി ഉണ്ടായിരുന്നാലേ പറ്റൂ. എങ്ങനെയെങ്കിലും ആ കോഴ്സ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ. അതിനെനിക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ലല്ലോ ശാരി. എല്ലാം അവൾ കൊച്ചുകുട്ടിയാണെങ്കിലും നോക്കുന്നുണ്ട്. ഞാൻ എത്രയും നല്ല ക്ലാസ് കൊടുത്തിട്ടാണ്. ഡെയിലി എത്ര പ്രാവശ്യമാണെന്നറിയോ ഞാൻ ഫോൺ ചെയ്യുന്നത്. ഏതായാലും നന്ന്. പക്ഷേ സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. രണ്ടാളും പഠിക്കേണ്ട സമയം വെറുതെ ഫോൺ ചെയ്തും ടെൻഷൻ അടിച്ചും പാഴാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗുളികയൊക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരുന്നാൽ മതി, ഞാനെടുത്ത് കഴിച്ചോളാം. വാതിലിനരികിൽ സംസാരം ശ്രദ്ധിച്ചു നിന്ന ഗൗരി പറഞ്ഞു. കഴിച്ചോളാമെന്ന്. ഇന്നലെ ഗുളികയും വെള്ളവും പാലും കൊണ്ടുവച്ചിട്ട് 2 മണിയായിട്ടും അതുപോലെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെയല്ലേ ഇപ്പോൾ കഴിച്ചോളാമെന്നൊക്കെ പറയുന്നത്. ചേച്ചി, റിസൾട്ടിൽ പേടിക്കാനൊന്നുമില്ലല്ലോ? അമ്മയും അച്ഛനും ചോദിക്കുന്നു. ഒന്നുമില്ല ഗൗരി, ഒന്നും ഭയക്കത്തക്ക രീതിയിലില്ലെന്ന് അച്ഛനോട് പറയൂ. ഒന്ന് ചെന്നങ്ങോട്ട് പറഞ്ഞൂടെ? അച്ഛൻ പാലക്കാട്ടോ ആലത്തൂരോ മറ്റോ പോകാൻ ഇറങ്ങി നിൽക്കണം. ചെന്ന് പറഞ്ഞുകളാ. അതെന്താ, നിനക്ക് പറഞ്ഞൂടെ? പറഞ്ഞാലെന്താ? പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ചേച്ചിയല്ലേ പറയേണ്ടത്, ഞാനല്ലല്ലോ. അല്ലേ മാഷേ? ആര് പറഞ്ഞാലെന്താ, ഞാൻ തന്നെ പോയി പറഞ്ഞേക്കാം. ആ ഡയറിയുടെ കാര്യവും ഒന്ന് പറയാമല്ലോ. എന്നാൽ ചെന്നാട്ടെ. എഴുന്നേറ്റ് പൂമുഖത്തേക്ക് ചെന്നു. നല്ല മാഷ്, എൻ്റെ ചേച്ചി ഭാഗ്യവതിയാണ്, ഗൗരി അറിയാതെ പറഞ്ഞുപോയി. അതെന്താടി, നിനക്ക് മാഷിനെ അത്രയ്ക്ക് അങ്ങ് പിടിച്ചു പോയോ? ആർക്കാണ് പിടിക്കാത്തത്? ഒന്ന് നോക്കിയാൽ ഞാനും ഭാഗ്യവതിയാണ്. ഇത്രയും പത്തരമാറ്റുള്ള ഒരു ചേട്ടനെ എനിക്ക് കിട്ടിയല്ലോ. നീ ആദ്യം പഠിച്ചു വാ, അപ്പോൾ നിനക്കും ഞങ്ങൾ മാഷെ പോലെ ഒരാളെ കണ്ടുപിടിക്കും. ഈ മാഷിന് അനിയന്മാരുണ്ടോ? നോക്ക്, ഇപ്പോഴേ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എങ്ങനെയെങ്കിലും നിന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോഴത്തെ നിൻ്റെ ജോലി പഠിക്കുകയാണ്. മഹാനായ ലെനിൻ പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? വിദ്യാർത്ഥികളുടെ ആദ്യത്തെ കടമ പഠിക്കുകയാണ്, രണ്ടാമത്തെ കടമ പഠിക്കുകയാണ്, മൂന്നാമത്തെ കടമയും പഠിക്കുകയാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചോ. ഞാൻ പഠിക്കും, നോക്കിക്കോ. പിന്നെ എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് ചേച്ചിയുടെ മാഷായിരിക്കുകയും ചെയ്യും. പോഴത്തരം പറയാതെ ഗൗരി. ഒരസുഖം വന്നേ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിൻ്റെ ഒരു പറച്ചിൽ. ഡയറിയുടെ കാര്യങ്ങളെല്ലാം വിശദമായി ശാരിയുടെ അച്ഛനോട് സംസാരിച്ചു. സ്കൂളിൽ സൗകര്യം പോലെ കരണ്ട് കണ്ടു. വേണ്ടി വന്നാൽ PTA എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കാമെന്നും പറഞ്ഞു. സ്കൂൾ ഷെഡിൻ്റെ പണി തകൃതിയായി നടക്കുന്നതുകൊണ്ട് PTA-ക്കാർ ആരെങ്കിലുമൊക്കെ സ്കൂളിൽ എപ്പോഴും കാണും. ഷെഡ് ഉയർന്നു കഴിഞ്ഞു. ഇനിയുള്ളത് ക്ലാസ് റൂം തിരിക്കണം, ഹാൾ മുഴുവൻ മറയ്ക്കണം. അതിനുള്ള തട്ടി അടിക്കുവാനുള്ള പലകയ്ക്ക് ഒരു മില്ലിൽ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഷെഡിനുള്ളിൽ സിമൻറ്റ് ചെയ്യുന്ന ജോലിയാണ് നടക്കുന്നത്. ഷെഡിന് 4 വശവും കൈവരി കെട്ടേണ്ടതുണ്ട്. തടിപ്പലക കൈവരിയുടെ മുകളിൽ വെച്ചാണ് മറയ്ക്കേണ്ടത്. 5 ക്ലാസ് മുറികളായാണ് വിഭജിക്കുന്നത്. അവയ്ക്കെല്ലാം 5 ബ്ലാക്ക് ബോർഡുകൾ. പിന്നെ ഓരോ ക്ലാസ്സിലേക്കും കുറഞ്ഞത് 8 ഡെസ്കുകളും 8 ബെഞ്ചുകളും ഉണ്ടാക്കണം. എല്ലാറ്റിനും PTA പരിപാടി ഇട്ടിട്ടുണ്ട്. ഷെഡ് കെട്ടാൻ അനുവദിച്ച തുക എഞ്ചിനീയറുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ പാസ്സാക്കി തരാമെന്ന് TAO സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെഞ്ചുകളും ഡെസ്കുകളും PTA തന്നെ ഫണ്ട് കണ്ടെത്തി ഉണ്ടാക്കണമെന്നാണ്. കുറച്ച് നല്ല മനുഷ്യർ തേക്കും കരിമരവും ആഞ്ഞിലിയും ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അവ ഇനി മുറിച്ച് ബെഞ്ചിനും ഡെസ്കിനും കണക്കാക്കി അറുത്തെടുക്കണം. അതിന് പലക തയ്യാറാക്കുന്ന മില്ലുകാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിചാരിച്ചത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒഴിച്ചെടുക്കേണ്ട 2 ക്ലാസ്സുകളിലെ ബെഞ്ചുകളും ഡെസ്കുകളും ഷെഡിലേക്ക് മാറ്റി ആ ക്ലാസ്സുകൾ അവിടെ ആരംഭിക്കുക. ഒഴിഞ്ഞ ക്ലാസ് മുറികൾ ഒരു നഴ്സറി സ്കൂളിന് അനുയോജ്യമായ മിനുക്കുപണികൾ ചെയ്തിട്ട് നഴ്സറിയുടെ ഉദ്ഘാടനം നടത്തുക. ഊഞ്ഞാൽ തരാമെന്ന് പറഞ്ഞ വ്യക്തി എല്ലാം റെഡിയാക്കി ഫിറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നു. ഷെഡ് സിമൻറ്റ് ചെയ്യുന്നവരുടെ കൈ ഒഴിഞ്ഞിട്ട് വേണം 2 ഇരുമ്പ് തൂണുകൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാനുള്ളത്. അങ്ങനെ ഓരോന്നും സമയബന്ധിതമായി തീർക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം PTA-യുടെ അത്യുത്സാഹം നിറഞ്ഞ പ്രവൃത്തിയുടെ ഫലം തന്നെയാണെങ്കിലും സ്കൂളിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബാബു മാഷെ എല്ലാ പേരും അഭിനന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ആരംഭിച്ച സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സുകളെക്കുറിച്ച് രക്ഷാകർത്താക്കളുടെ നല്ല അഭിപ്രായം നാടുനീളെ പരക്കുന്നുണ്ട്. അതുപോലെ അടുത്ത അധ്യയന വർഷം മുതൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ കൂടി അനുവദിച്ചു തരാമെന്ന് DEOയും സമ്മതിച്ചു. ചിലപ്പോൾ അടുത്ത വർഷം ഷിഫ്റ്റ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 5 ക്ലാസ് മുറികളുള്ള ഒരു ആസ്പെറ്റോസ് ഷെഡിന് കൂടി അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും ഒരു ശുഭോദർക്കമായി തോന്നി. തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ലെന്ന് ഹെഡ് മിസ്ട്രസിനോട് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. മാഷിനെ ഈ സ്കൂളിന് ആവശ്യമുണ്ട്, ഈ നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. അധ്യാപകരിൽ പലരും പറഞ്ഞു. കലാസാഹിത്യ വേദിയുടെ പരിപാടിക്ക് വിളിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി. സബ് ജില്ലാ തലത്തിലും വിദ്യാഭ്യാസ ജില്ലാ തലത്തിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഓരോ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള കലാമത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകുക തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ നടത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു. എല്ലാ കമ്മിറ്റികളിലും റവന്യൂ ജില്ലയെ പ്രതിനിധീകരിച്ച് താൻ തന്നെ പങ്കെടുത്തു. ആലത്തൂർ സബ് ജില്ലയുടെ നേതൃത്വത്തിൽ കുനിശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് ഒരാഴ്ച നീണ്ടുനിന്ന ഒരു ശില്പശാലയാണ് സംഘടിപ്പിച്ചത്.
എല്ലാ സ്കൂളിൽ നിന്നും 3 കുട്ടികൾ വീതം പങ്കെടുത്ത ശില്പശാല എരിമയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ദിവസം കവിതാ ശില്പശാല, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് 2 മണി മുതൽ കഥാശില്പശാല, ഇങ്ങനെ ഓരോ ദിവസവും 2 സാഹിത്യശാഖകളെ വീതം കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ശില്പശാലയിൽ പാലക്കാട്ടുള്ള പ്രഗത്ഭരായ സാഹിത്യകാരന്മാരെയും നിരൂപകരെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ തൻ്റെ പ്രയത്നമായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ശില്പശാലയുടെ വിജയം മറ്റു സബ് ജില്ലകൾക്ക് മാതൃകയായിത്തീർന്നു. PTA എക്സിക്യൂട്ടീവ് കൂടി സ്കൂൾ ഡയറിയുടെ കരട് രേഖ വായിച്ച് അംഗീകാരം നൽകി. ഒരു സ്കൂൾ ഡയറിക്ക് 3 രൂപ ക്രമത്തിൽ വാങ്ങിയാൽ മതി എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പാലക്കാട് ഒരു പ്രസ്സിൽ നിന്നും പ്രിന്റ് ചെയ്ത് തരാനുള്ള ഏർപ്പാട് PTA പ്രസിഡന്റ് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. പ്രിന്റിംഗ് ചാർജ് കുട്ടികളുടെ കളക്ഷൻ കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതിയാകുമെന്ന് എഗ്രിമെന്റിലാണ് പ്രിന്റ് ചെയ്യാൻ ഏൽപ്പിച്ചത്. പ്രസ്സുകാർ വഴങ്ങി. പാർട്ടിയുടെ എല്ലാ പ്രിന്റുകളും ആ പ്രസ്സിലാണ് നടത്തുന്നത്. അതാണ് PTA പ്രസിഡന്റിന് പരിചയം. അപ്പോൾ നമ്മുടെ സ്കൂൾ മാഗസിനും അവിടെ പ്രിന്റ് ചെയ്യാമല്ലോ. അതും പ്രസിഡന്റ് സമ്മതിച്ചു. സ്കൂൾ മാഗസിൻ്റെ പ്രവർത്തനത്തിന് ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാക്കണം. അതിൽ PTA-യിൽ നിന്നുള്ള രക്ഷാകർത്താക്കളും അധ്യാപകരും ഉണ്ടാകണം. PTA-യിൽ നിന്നും 3 രക്ഷാകർത്താക്കളെയും അധ്യാപകരിൽ 4 അധ്യാപകരും അടങ്ങുന്ന എഡിറ്റോറിയൽ ബോർഡിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസും PTA പ്രസിഡന്റും എക്സ് ഓഫീഷ്യോ മെമ്പർമാരും ആയിരിക്കും. വിദ്യാർത്ഥികളിൽ സ്കൂളിലെ ഏറ്റവും മിടുക്കിയും മിടുക്കനുമായ ഓരോ കുട്ടികളും അടങ്ങുന്നതാകണം മാഗസിൻ എഡിറ്റോറിയൽ ബോർഡെന്ന് തീരുമാനിച്ചു. മാഗസിൻ ചീഫ് എഡിറ്ററായി താൻ തന്നെ വേണമെന്ന നിർബന്ധത്തിന് വഴങ്ങിക്കൊടുത്തു. മാഗസിൻ പ്രിന്റ് ചെയ്യുന്നതിന് പരസ്യങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് തയ്യാറാക്കണം. താരിഫ് കാർഡിൽ ഫ്രണ്ട് പേജ് ഇന്നർ, ബാക്ക് പേജ് ഇന്നർ, ബാക്ക് പേജ് ഉള്ളിൽ, ഫുൾ പേജ്, മൾട്ടി കളർ ഫുൾ പേജ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഹാഫ് പേജ്, കാൽ പേജ്, മിനിമം എന്നീ രീതികളിൽ വേണം പരസ്യ റേറ്റ് നിശ്ചയിക്കേണ്ടതെന്ന് താൻ വിശദീകരിച്ചു. അതേക്കുറിച്ച് ബാബുമാഷ് ആലോചിച്ച് ഒരു റേറ്റ് നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത്. പരസ്യ ശേഖരണത്തിന് ഞങ്ങളും കൂടാം. ഒരു PTA എക്സിക്യൂട്ടീവും അംഗം പറഞ്ഞതിനോട് എല്ലാവരും യോജിച്ചു. എല്ലാം ഇങ്ങനെ ഏറ്റുപിടിച്ചാൽ മാഷിൻ്റെ ആരോഗ്യം കൂടി നോക്കണ്ടേ? യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ശാരിയുടെ അച്ഛൻ ചോദിച്ചു. സാരമില്ല, എനിക്കിപ്പോൾ ഒരു അസുഖവുമില്ലല്ലോ. എന്നാലും സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ആശുപത്രിയിൽ പോയി ഡോക്ടർ കൃഷ്ണകുമാറിനെ റിസൾട്ടുകൾ കാണിച്ചതാണ്. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, റിസൾട്ടുകളെല്ലാം നന്ന്, എന്നാലും നമുക്കൊരു സ്കാനിങ് ടെസ്റ്റ് കൂടി നടത്തുന്നത് നല്ലതാണ്. പുറത്തെ ലാബുകളിൽ പോയി ഒരു സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൂടി മേടിച്ചു വരാൻ പറഞ്ഞതനുസരിച്ച് പുറത്തുള്ള ലാബിൽ പോയി അതും നടത്തി. ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു ചെറിയ കുഴപ്പം കാണുകയും ചെയ്തു. പിത്താശയത്തിൽ ഒരു കല്ല് രൂപം കൊണ്ടിരിക്കുന്നു. ശാരിയോടൊപ്പം താനും പറയുന്നു. പിത്താശയത്തിനും കല്ലോ? ഡോക്ടർ റിസൾട്ട് കാണിച്ചു. ഓ, ഇത് സാരമാക്കേണ്ടതില്ല. ഒരു സർജറി നടത്തിയാൽ അതങ്ങോട്ട് എടുത്തു മാറ്റാം. ഒട്ടും ഭയക്കാനില്ല. പക്ഷെ ഉടനെ വേണമെന്നില്ല. ചിലർക്ക് ഇങ്ങനെ കാണാറുണ്ട്. അത് ഉപദ്രവകാരിയാകാറില്ല. മാഷ്ക്ക് വല്ല വയറുവേദനയോ ദഹനക്കേടോ അങ്ങനെ വല്ല ഉപദ്രവവും ഉണ്ടാകാറുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് ഇല്ല, അങ്ങനെയൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ മാഷ് അതങ്ങ് മറന്നേക്കോ, പേടിക്കാനൊന്നുമല്ല. ഇപ്പോൾ മാസ്റ്റർ പൂർണ്ണ ആരോഗ്യവാൻ തന്നെ. അതുകൊണ്ട് വെട്ടാനും കിളിക്കാനും ഒന്നും പോകരുത്. ശരി മാഷേ, ഇനി ചെക്കപ്പിനായി വരണമെന്നില്ല. മിസ്റ്റർ MS-നോട് പറയൂ, സൺല പൂർണ്ണ ആരോഗ്യവാനാണെന്ന്. അവരിരുവരും ആശുപത്രി വിട്ടിറങ്ങിയപ്പോൾ സമയം ഉച്ചയായിരുന്നു. ഇനി എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് പോകാം അല്ലേ? അത് വേണോ? നാളെ പോയാൽ പോരെ? വീട്ടിൽ പോയി ഊണും കഴിച്ച് ഒന്ന് കിടന്നിട്ട് ഉറങ്ങിയാലോ എന്നൊരു തോന്നും. എനിക്കറിയാം, നട്ടുച്ച നേരത്തെ ഒരു തോന്നൽ. എന്നാൽ വന്ന് വണ്ടി കയറ്, ഞാനിവിടെ വന്നേക്കാം. അവർ വീട്ടിലേക്ക് യാത്രയായി. സ്കൂൾ ഡയറി പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നതിനോട് ഒന്നിച്ച് സ്കൂൾ മാഗസിൻ്റെ താരിഫ് കാർഡും ഷാരിയുടെ അച്ഛൻ വൈകിട്ട് പാലക്കാട്ട് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. രാവിലെ സ്കൂളിലെത്തിക്കാം. താരിഫ് കാർഡ് നോക്കിയിട്ട് ഷാരിയുടെ അച്ഛൻ പറഞ്ഞു, ഇതിപ്പം വല്ലവരും ആക്ഷേപം പറയുമോ മാഷേ? മാഗസിൻ ചീഫ് എഡിറ്റർ മാഷ്, സ്റ്റുഡൻറ്റ് എഡിറ്റർ ഗൗരി, മാനേജിംഗ് എഡിറ്റർ ഞാൻ. എങ്ങനെയുണ്ട്? ഇതിലെന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ എല്ലാ പേരും കൂടിയല്ലേ സെലക്ട് ചെയ്തത്. സ്റ്റുഡൻറ്റ് എഡിറ്റർ എന്നാൽ സ്കൂളിൽ ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടി. അത് ഗൗരിയായി പോയത് ആരുടെയെങ്കിലും കുറ്റമാണോ? അതൊന്നും സാരമാക്കാനില്ല. നമുക്കിത് ഈ റവന്യൂ ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഒരു മാതൃകയാവണം. അൺഎയ്ഡഡ് മേഖലയേക്കാൾ മുന്നിലാണ് നാമെന്ന് കാണുന്നവരെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് കുറച്ച് പ്രസിദ്ധരായ എഴുത്തുകാരുടെ സൃഷ്ടികൾ കൂടി ഇതിൽ ചേർക്കണം. അത് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം. അച്ഛൻ ഈ കത്ത് കണ്ടോ? ഈ വീട്ടിൽ ഒരെഴുത്തുകാരി ജനിക്കുന്നു. ഷാരി എന്ന ഒരു എഴുത്തുകാരി. ഷാരി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ എൻ്റെ നോവൽ ഇല്ലസ്ട്രേറ്റ് വീക്ക്ലിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. പണവും കിട്ടും. ഞാൻ നന്നായി വായിച്ചു നോക്കിയിട്ടാണ് ഷാരിയോട് പറയാതെ അയച്ചത്. ഫലം കണ്ടു. അവൾ അറിഞ്ഞോ? ഉച്ചയ്ക്കല്ലേ പോസ്റ്റ്മാൻ സ്കൂളിൽ കൊണ്ടുവന്നത്. അച്ഛാ, ഞാൻ ഷാരിയോട് ഒന്ന് വിളിച്ചു പറയട്ടെ? പറ വേഗം പറയ്. ഫോണിൽ കിട്ടിയപ്പോൾ ഷാരി പറഞ്ഞത് ഉടൻ കാർ ഹോസ്റ്റലിലേക്ക് അയക്കാൻ. ഒന്നും പറയാൻ സമ്മതിക്കാതെ ഫോൺ താഴെ വെച്ച് കളഞ്ഞു. എന്നാൽ ആ രാഘവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. വേഗം ചെല്ലാൻ പറയും. അവൾക്ക് വല്ല അസുഖമോ മറ്റോ? മാഷ് കൂടി പോകുന്നോ? എന്നോട് ചെല്ലേണ്ട, എങ്ങും പോകാതെ ഇവിടെ തന്നെ ഇരിക്കാനാണ് പറഞ്ഞത്. എനിക്കിന്ന് 3 കമ്മിറ്റികൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ എൻ്റെ സൗകര്യം അനുസരിച്ച് വച്ചതുമാണ്. അച്ഛൻ പോയിട്ട് വരണം. നോക്കട്ടെ.
വല്ലപ്പോഴും വന്ന മാഷും സഖാക്കൾക്ക് ഒരു ക്ലാസ്സൊക്കെ എടുക്കണം. രഹസ്യമായിട്ട് മതി. ഇല്ലെങ്കിൽ പിന്നെ പൊല്ലാപ്പാവും. മറ്റുള്ളവന്മാർ അറിഞ്ഞാൽ സമര കോലാഹലമായിരിക്കും. അതൊക്കെ ശരിയാണ്. എനിക്കതിൽ ഭയമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഇപ്പോൾ ഞാനും ഒരു പാലക്കാട്ടുകാരനാണല്ലോ. സഖാക്കളെ ഒന്ന് പരിചയപ്പെടാം. അതൊരു വലിയ കാര്യമാണല്ലോ. ഞാൻ പറയാം. ആ രാഘവ, നിന്നെ വിളിക്കാൻ പറയുമായിരുന്നു. ഒന്ന് പോയി ശാരിയെ വിളിച്ചോണ്ട് വരൂ. അവൾ കാറയക്കാൻ വിളിച്ചു പറഞ്ഞു. ഒന്ന് ചെല്ല്. മാഷ് വരുന്നോ? ഇല്ല, രാഘവൻ പോയിക്കോളൂ. എന്നാൽ ഞാനും ഇറങ്ങുന്നു. അവൾ ചുമ്മാതെ വിളിച്ചതാവും. മാഷോട് ചെല്ലണ്ട എന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് വട്ട് തന്നെ. ശരി. എം.എസ്. പുറത്തേക്ക് ഇറങ്ങി നടന്നു പറഞ്ഞു. എവിടെയും ഏത് സമയത്തും പോകാൻ ഒരു മടിയും താൻ ഇന്നേവരെ ശാരിയുടെ അച്ഛനിൽ കണ്ടിട്ടില്ല. പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്നതെന്തോ അത് നൽകും. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാവ്. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ശാരിയുടെ അച്ഛൻ എല്ലാ വ്യക്തിബന്ധങ്ങളും അറ്റുപോകാതെ സൂക്ഷിക്കുന്നു. അവിടെ രാഷ്ട്രീയമോ കൊടിനിറമോ മേനിയഴകോ ജാതി കുശുമ്പോ ഇല്ല. എല്ലാ പേരും ആ മനുഷ്യൻ്റെ സമന്മാർ തന്നെ. അങ്ങനെ വേണം ഒരു സഖാവ് പെരുമാറാൻ. അങ്ങനെയായാലേ ആ വ്യക്തി ആരുടെയും പൊതു സ്വത്തല്ലെന്ന് ജനം കാണും, ബഹുമാനിക്കും. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണ് പാർട്ടി വളർന്നത്. ഓരോ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുട്ടുകുത്തിക്കാൻ എന്തെല്ലാം പ്രവൃത്തികളാണ് മറുകക്ഷികൾ കോപ്പുകൂട്ടിയത്. ഒന്നിലും പതറാതെയല്ല 1957 ഏപ്രിൽ 5-ന് കേരളത്തിൽ ഒരു 11-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കാമെന്ന ഗൂഢാലോചനകൾ ഗവർണർ രാമകൃഷ്ണ റാവുവിൻ്റെ പക്ഷത്തു നിന്ന് പോലും ഉണ്ടായില്ലേ? ഇതെന്താ മാഷേ, ഉറങ്ങുന്നോ അതോ കിനാവ് കാണുന്നോ? ഗൗരിയാണ്. രണ്ടുമല്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു ചായയുടെ ആവശ്യമുണ്ടോയെന്ന് അറിയാനാണ്. കൊണ്ടുവന്നാൽ കുടിക്കാം. എന്തിനാണ് എൻ്റെ പേരൊക്കെ നോട്ടീസിൽ എഴുതിച്ചത്? അവിടുത്തെ മിടുക്കിക്കുട്ടി ഗൗരി ആയതുകൊണ്ട്. എനിക്കതൊന്നും ഇഷ്ടമേയല്ല. അത് ഗൗരി മനഃപൂർവ്വം പറയുകയാണ്. ഞാൻ പേര് ചേർത്ത് പോയത് കൊണ്ടുള്ള ദേഷ്യം. അതെ, അത് തന്നെ. അയ്യോ, അതൊന്നുമല്ല. എനിക്ക് മാഷോട് ദേഷ്യമോ? ആരാണ് ഈ നുണ പറഞ്ഞു തന്നത്? ദേഷ്യമുണ്ട്, തീർച്ച. ഇല്ല, എനിക്കെന്തിന് ദേഷ്യം? എന്തോ ഉണ്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ആരോടും ദേഷ്യമില്ല. സ്നേഹമുണ്ടായിരുന്നു ഈ മാഷോട്. കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്നറിയാമെങ്കിലും സ്നേഹമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് സന്തോഷിക്കുന്നെന്നോ? എന്നും എനിക്ക് സ്നേഹിക്കാമല്ലോ. ഒരു അനുജത്തി പോലെ ഒരു സ്നേഹം. അതാണ് അതിൻ്റെ ശരി. എനിക്ക് ചേച്ചിമാരേ ഉള്ളൂ, അനുജത്തിമാരില്ല. ഇപ്പോൾ ദാ ആ കുറവ് നീ പരിഹരിച്ചു. ഞാൻ മുറിയിലേക്ക് പോകുന്നു. ചായ കുടിച്ചിട്ട് പോകണോ അതോ? ഞാൻ കൊണ്ടുവരാം. കഴിക്കാൻ സമൂസയാണ് ഇന്ന് അമ്മ ഉണ്ടാക്കിയത്. മാഷ് കഴിക്കുമോ എന്നറിയില്ല. കൊണ്ടുവരാം. മുറിയിലേക്ക് പോയി. ശാരി വരാറായില്ല. അവൾക്ക് എന്താണ് ഇത്ര അത്യാവശ്യം? അതോ വെറുതെ ഇങ്ങോട്ട് പോരാനുള്ള അടവാണോ? വരട്ടെ. പഠിക്കാനുള്ള സമയത്ത് ഇങ്ങനെ വന്നു പോയാലും അത് പരീക്ഷയെ ബാധിക്കില്ലേ? കുറഞ്ഞത് ഒരു സെക്കൻഡ് ക്ലാസ്സെങ്കിലും ഇല്ലെങ്കിൽ ഒരു നല്ല ഗൈഡിനെ കിട്ടുകയില്ല. തിരുവനന്തപുരത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ നൽകിയ ജോലി സ്വീകരിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്നാണ് സുഹൃത്തുക്കളായ ചില അധ്യാപകർ പറഞ്ഞത്. HSIയുടെ ശമ്പളമേ കിട്ടുകയുള്ളെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ കഴിയാമായിരുന്നല്ലോ. ശരിയാണ്. പക്ഷെ അത് വിവാഹത്തിന് മുൻപായിരുന്നെങ്കിൽ താൻ പോയേനെ. ഇപ്പോൾ അത് എങ്ങനെ കഴിയാനാണ്? ശാരിയെ കൂടി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അവളുടെ PG കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ കഴിയണം. പിന്നെ വൈവാക്ക് ഒന്ന് വന്നു പോയാലും മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ PhDക്ക് കേരളയിൽ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. അത് സാധ്യമാകാത്തതുകൊണ്ടും ശാരിക്ക് തന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ടുമായിരുന്നു ആ ജോലി വേണ്ടെന്ന് വെച്ചത്. കുഴപ്പമില്ല. തൻ്റെ സ്കൂളിൽ തന്നെ തനിക്ക് പിടിപ്പത് പണിയുണ്ടല്ലോ. സ്കൂൾ ഡയറി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് സ്കൂളിലെത്തിയിരിക്കും. ഡേ കെയർ സെൻറ്ററിൻ്റെ പണി പൂർത്തിയായി വരുന്നു. 9-ാം ക്ലാസ് 2 ഡിവിഷനുകളാണ് പുതിയ ഷെഡിലേക്ക് മാറ്റുന്നത്. ഇതുവരെ ക്ലാസ്സുകൾ ഭാഗിച്ച് തട്ടിയടിച്ചിട്ടില്ല. പലക മില്ലിൽ നിന്ന് എത്തിയാലുടൻ തന്നെ അതിൻ്റെ പണി പൂർത്തിയാകും. മറ്റു ക്ലാസ്സുകളിലേക്കുള്ള ബെഞ്ചുകളും ഡെസ്കുകളും പണി തുടങ്ങാനുള്ള മരങ്ങൾ ഇതുവരെ മുറിച്ചിട്ടില്ല. മില്ലിൽ കിടക്കുന്ന തടിയെടുത്ത് ബെഞ്ചും ഡെസ്കും തീർത്ത ശേഷം മരങ്ങൾ മുറിച്ചെടുത്തോളും എന്ന് ഒരു PTA മെമ്പർ പറയുന്നത് കേട്ടു. അതൊക്കെ അവരുടെ കാര്യം. ഗ്രൗണ്ടിൽ ഊഞ്ഞാലിടാനുള്ള പൈപ്പും അതിൻ്റെ താങ്ങും എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. സ്ലൈഡിൻ്റെ പണി നടക്കുന്നു. ഗ്രൗണ്ട് മൊത്തത്തിൽ എടുക്കാതെ കുറച്ചു ഭാഗം വേർതിരിച്ച് ഒരു അരമതിലും കെട്ടി ഒരു ചെറിയ ഗേറ്റും കൂടി ഇട്ടാൽ സുരക്ഷിതമായിരിക്കും. എന്നാൽ PTA പ്രസിഡൻ്റെ അഭിപ്രായപ്രകാരം അത് കെട്ടാൻ കല്ല് ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടോ സ്കൂളിന് ആരും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നാളൊരു കാലത്ത് ഈ നാട്ടുകാർ ചിന്തിക്കും, ഈയിടെ സ്കൂളിൽ ബാബു എന്നൊരു മാഷുണ്ടായിരുന്നു. ആ മാഷാണ് ആ സ്കൂളിനെ ഒരു സ്കൂളാക്കിയത്. അല്ലാതെ തനിക്കൊന്നും ആവശ്യമില്ല. സ്കൂൾ നന്നാകണം. ജില്ലയിലെ തലയെടുപ്പുള്ള സ്കൂളുകൾക്കൊപ്പം മഞ്ഞള്ളൂർ ഹൈസ്കൂളും തലനിവർത്തി നിൽക്കണം. പൊരുതി മുന്നേറണം. യൂത്ത് ഫെസ്റ്റിവലിൽ ട്രോഫി കിട്ടിയില്ലെങ്കിലും സ്കോർ ബോർഡിൽ തൻ്റെ സ്കൂളിൻ്റെ പേരും പതിയണം. ഡേ കെയർ സെൻറ്ററും സ്കൂൾ മാഗസിനും ഒപ്പം യൂത്ത് ഫെസ്റ്റിവലും സ്പോർട്സിലും കൂടി അധ്യാപക സുഹൃത്തുക്കളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തണം. വരട്ടെ, നോക്കാം. വീട്ടിൽ നിന്നും അച്ഛൻ എഴുതാറുണ്ട്. സുഖമാണ്. അമ്മയ്ക്കും അസുഖങ്ങളൊന്നുമില്ല. സഹോദരി കൂടെയുള്ളതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പലരും വന്ന് തന്നെ അന്വേഷിക്കുന്നുണ്ടത്രേ. അടുത്തെങ്ങാനും വരുമോ എന്ന് ചോദിച്ചു. നെട്ടറത്തെ ബേബി സാറും കോലപ്പൻ സാറും ആനന്ദനും കൂടി വന്ന് മേൽവിലാസം മേടിച്ചുകൊണ്ട് പോയി.
മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഒന്ന് പോകണം. ഒറ്റയ്ക്ക് പോകാൻ പറ്റുകയില്ലല്ലോ. എന്നാൽ പിന്നെ നല്ല പുകിലായിരിക്കും. അതുകൊണ്ട് തനിച്ചു പോക്ക് സാധ്യമേയല്ല. ഉദയം കുളങ്ങരയൊക്കെ ഗൗരിക്കും ഒന്ന് കാണണമെന്ന് ശാരിയോട് പലതവണ പറഞ്ഞതാണ്. പോകാൻ തരപ്പെടേണ്ടേ? അവൾ 10ലാണ്. നന്നായി പഠിക്കുന്നുണ്ട്. പഠിക്കേണ്ട സമയം അവിടെയും ഇവിടെയും കൂട്ടിക്കൊണ്ട് പോയി സമയം കളയുന്നത് നന്നല്ലല്ലോ. കാറിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ശാരി ഓടി അടുത്തു വന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. എന്ത് എന്ത് പറ്റി ശാരി നിനക്ക്? അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പേടിച്ചു പോയോ എൻ്റെ പൊന്ന്? പിന്നെ പേടിക്കാതെ. എന്നാൽ പേടിക്കണ്ട കേട്ടോ. ഇങ്ങടുത്ത് വന്നേ, ഞാൻ ചെവിയിൽ പറയാം. എന്താണ്? പണി പറ്റിച്ചു. പിന്നെ എൻ്റെ മാഷ് ഒരച്ഛനാകെ പോകുന്നുവെന്ന്. നേരോ? കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടായോ? മാഷിന് സന്തോഷമായോ? പിന്നെ സന്തോഷമാകാതെ നിനക്കാകെ ബുദ്ധിമുട്ട്? ഹോ, അതൊരു ബുദ്ധിമുട്ട് ഒന്നുമില്ലെന്നേ. അമ്മയാകാനുള്ള ത്രില്ലിലാണ് ഞാൻ. കോഴ്സ് കഴിഞ്ഞിട്ട് മതിയെന്നാ കരുതിയത്. അത് പോരെന്ന് പ്രകൃതി പറയുന്നു. ശരി, അങ്ങനെയാണ്. പ്രകൃതിയാണ് കാരണം. പിന്നെ ഞാനോ? അല്ലാതെ പിന്നെ ആരാ? ചുമലിൽ കൈ താങ്ങി മുഖം തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചിട്ട് ശാരി പറഞ്ഞു. വാസ്തവത്തിൽ മാഷിന് ആഗ്രഹമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. നിന്റെ പഠിത്തത്തിന് തടസ്സം വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ആദ്യമൊക്കെ ഞാനും അങ്ങനെയൊക്കെ കരുതി. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഇതാണ് ശരിയെന്ന്. അമ്മയാവുക എന്ത് കൊച്ചു കാര്യമാണോ? അല്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. മതിയായി. ഞാനൊരു കൊച്ചു മാഷിന് ജന്മം കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ അമ്മയോട് പറയട്ടെ. ബാക്കി പിന്നെ പറയാം. ശാരി പുറത്തേക്കിറങ്ങി. ഗൗരി ശാരിയുടെ പുറകെ കൂടി. എന്തോന്ന് ചേച്ചി വിശേഷം? വിശേഷമോ? എൻ്റെ കൊച്ചു ഗൗരി, നീയൊരു കുഞ്ഞമ്മയാകാൻ പോകുന്നു. അടുക്കളയിൽ നിന്നും അമ്മയും സരസുവും അത് കേട്ട് സന്തോഷത്തോടെ ശാരിയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ഞാനും ഒരു അമ്മയാകാൻ പോകുന്നു. എടി ഗൗരി, ഇത്തിരി വെള്ളം കുടിക്കാൻ തന്നെ. ഇത് പറയാനാണ് ഓടി വന്നത്. ഇനിയാണ് മോളെ സൂക്ഷിക്കേണ്ടത്. നീ എങ്ങനെ ഡോക്ടറെ കണ്ടോ? കണ്ടില്ല, കാണണം. അതിന് ഞാൻ മാത്രം പോരല്ലോ. ഗൗരി വെള്ളം കൊണ്ടു കൊടുത്ത് കുടിച്ചിട്ട് മുറിയിലേക്ക് നടന്നു. ഇരിക്കേ ആ കസേരയിലോട്ട്. എന്നിട്ട് പറയൂ, നീ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഡേറ്റ് തെറ്റി. മറ്റേത് എനിക്ക് കൃത്യമായി മെൻസസ്സായി കൊണ്ടിരുന്നതാണ്. തെറ്റിയപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി. ഞാനൊരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എൻ്റെ ഫ്രണ്ട് മുഖാന്തരം വാങ്ങി യൂറിൻ ടെസ്റ്റ് നടത്തി നോക്കി. സംശയം ബലപ്പെട്ടു. ഷുവറായി ഞാനൊരമ്മയാവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ചില്ലറ ക്ഷീണവും തോന്നുന്നുണ്ട്. നമുക്കൊരു ഡോക്ടറെ കാണണം. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ഗൈനക്കോളജിസ്റ്റാണ്. അവർ ചിറ്റൂരിൽ ഒരു നഴ്സിംഗ് ഹോം നടത്തുന്നുണ്ട്. നമുക്ക് എവിടം വരെ ഒന്ന് പോകണം. അച്ഛൻ വരട്ടെ, അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പോകാം. അതിനെന്താ, പോകാം. അപ്പോൾ ശാരി, നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു. ഇതൊന്നും ആഘോഷിക്കണ്ടേ? നമുക്കിവിടെ ഈ മുറിയിലിരുന്ന് ആഘോഷിക്കുന്നതല്ലേ നല്ലത്? ആ ആഘോഷമല്ല, അത് ആഘോഷിച്ചതിൻ്റെ ഗുണഫലമാണല്ലോ ദാ ഇവിടെ വളരുന്നത്. ഒരു കൊച്ചു കലാകാരൻ, അതോ കലാകാരിയോ? ശാരിക്ക് ആരെയാണ് ഇഷ്ടം? മകൻ്റെ അമ്മയാകാനോ മകളുടെ അമ്മയാകാനോ? എനിക്ക് രണ്ടുപേരുടെയും അമ്മയാകണം. നമുക്ക് രണ്ടാൾക്കും കൂടി 2 പേർ, ഒരു മകനും മകളും. അത് മതി. അതോ കുചേലൻ്റെ ഭാര്യയെ പോലെ? അത് കുചേലൻ്റെ ഭാര്യയ്ക്ക് കഴിയൂ. നമുക്ക് 2 മക്കൾ മതി. നീ ഡ്രസ്സൊക്കെ മാറുന്നില്ലേ? മാറണം. ഒന്ന് കുളിക്കണം. പിന്നെ ഇങ്ങനെ കെട്ടിവരിഞ്ഞ് ഒന്ന് ഉറങ്ങണം. ഇങ്ങടുത്ത് വന്നേ. വയറിന് കനം വെച്ചോന്ന് നോക്കട്ടെ. ഇപ്പം നോക്കണ്ട, ഒന്നും വച്ചിട്ടില്ല. ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ എന്ന്. പിന്നെയാവട്ടെ. അതുപോരാ ഇപ്പോൾ. എന്നാൽ ഇന്നാ തൊട്ടോ. തടവിയോ ചെവി വട്ടം പിടിച്ചോ നോക്കിക്കോ. കുളിക്കാതെ വേറെ ഒന്നിനും വയ്യാന്നാ പറഞ്ഞേ. വയറൊന്നും വീർത്തിട്ട് മറ്റുമില്ല. ചെവി വെച്ചിട്ട് ഒന്നും കേൾക്കുന്നുമില്ലേ? മതി. കുളിച്ചിട്ട് ഞാൻ അടുക്കളയിട്ട് ചെല്ലാം. നല്ല വിശപ്പുണ്ട്. മാഷിന് എന്തെങ്കിലും വേണോ? നിന്റെ അനുജത്തി സമോസയും ചായയും കൊണ്ട് തന്നു. ശരി, നീ കുളിക്കേ. ഞാൻ സഹായിക്കണോ? എത്രയോ പ്രാവശ്യം സഹായിച്ചതല്ലേ സാഹിത്യകാരാ. പ്രധാനപ്പെട്ട ഒരു വിശേഷം അറിയിക്കാനിരിക്കുന്നതേ ഉള്ളൂ സാഹിത്യകാരി. അതെന്ത് വിശേഷം? കുളി കഴിഞ്ഞിട്ട് പറയാം. അതുപോരാ, ഇപ്പോൾ തന്നെ പറയണം. നീ ട്രാൻസ്ലേറ്റ് ചെയ്ത എൻ്റെ നിലപാട് നോവലുണ്ടല്ലോ, ഇല്ലസ്ട്രേറ്റീവ് വീക്കിലിയിൽ സീരിയലൈസ് ചെയ്യാൻ പോകുന്നു. എഗ്രിമെൻറ്റ് ഫോറ ഇന്നത്തെ പോസ്റ്റിൽ വന്നു. അപ്പോൾ ഞാനറിയാതെ എന്നോട് പറയാതെ മാഷ് അവർക്ക് അയച്ചു കൊടുത്തു അല്ലേ? ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ആ പരിഭാഷ എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അയച്ചത്. പ്രസിദ്ധീകരണ യോഗ്യമല്ലെങ്കിൽ തിരിച്ചു തരുവാനുള്ള സ്റ്റാമ്പും അടക്കം ചെയ്താണ് വിട്ടത്. എന്നായിരുന്നു? നീ എൻ്റെ കയ്യിൽ തന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അയച്ചതാണ്. അത് നിൻ്റെ ഹൃദയമാണെന്ന് നീ പറഞ്ഞത് സത്യമാണ് ശാരി. അതിലെ ഓരോ വരിയിലും നിൻ്റെ സിൻസിരിറ്റി തെളിഞ്ഞു കാണാമായിരുന്നു. വെറുതെയുള്ള ഒരു വിവർത്തനമായിരുന്നില്ല, ഹൃദയരക്തം കൊണ്ടെഴുതിയ പരിഭാഷയായിരുന്നു അത്. ഇനിയും നീ വിവർത്തനം ചെയ്യണം. ഇടയ്ക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതാനും ശ്രമിക്കണം. എൻ്റെ മാഷ് എഴുതും, ഞാനത് പരിഭാഷപ്പെടുത്തും. ദാ ഇങ്ങനെ. മാഷിൻ്റെ ഒരു സൃഷ്ടിയാണ് എൻ്റെ വയറിനുള്ളിൽ. അത് പരിഭാഷപ്പെടുത്തി വളർത്തി വലുതാക്കും. നോക്കിക്കോ. എന്നാലും എന്നോടൊന്ന് പറയാമായിരുന്നു. അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അവർ തിരിച്ചയച്ചിരുന്നെങ്കിൽ ഞാൻ ഇക്കാര്യം മിണ്ടുകയില്ലായിരുന്നു. ചെല്ല്, നീ ചെന്ന് കുളിച്ചിട്ട് നമുക്ക് ആ എഗ്രിമെൻറ്റ് ഫോം ഫില്ല് ചെയ്തയക്കാം. ശാരി കുളിമുറിയിൽ കയറി. വീട്ടിൽ അറിയിക്കണമല്ലോ.
വരാനൊന്നുമല്ല. വിവരങ്ങൾ അച്ഛനും അമ്മയും അറിയണ്ടേ. 3 സഹോദരിമാരുടെ ഇടയിലുള്ള ആൺതരിയാണ് ഞാൻ. അതുകൊണ്ട് വിശേഷം എല്ലാ പേരെയും അറിയിക്കണം. ആരും വരേണ്ടതില്ലെന്ന് പ്രത്യേകിച്ച് എഴുതണം. ഒരു ദിവസം ഉദയംകുളങ്ങരയ്ക്ക് പോയിക്കളയാം. പ്രസവിച്ച ശേഷം പോകുന്നതല്ലേ നല്ലത്. അമ്മ പരാതി പറയും. ചടങ്ങുകളൊക്കെ നടത്തേണ്ട. 3 മാസം അറിയിപ്പ്. പലഹാരവും കൊണ്ട് ചെറുക്കൻ്റെ വീട്ടിൽ പെൺവീട്ടുകാർ ചെല്ലുന്നു. പൊങ്കാലയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നെ പ്രസവം കഴിഞ്ഞ് 90 കഴിഞ്ഞ് പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കൂ. തൻ്റെ 3 സഹോദരിമാർക്കും എല്ലാ ചടങ്ങുകളും നടത്തിയാണ് പ്രസവങ്ങൾ നടന്നത്. പക്ഷേ ഇതിപ്പോൾ ഇത്ര ദൂരമെന്ന് മാത്രമല്ല, അമ്മയ്ക്കും അച്ഛനും പ്രായമായി. യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ലാതെ പ്രസവിക്കട്ടെ. കുഞ്ഞിനെ അച്ഛനമ്മമാരെ കൊണ്ട് കാണിക്കാം. അതുമതി. ശാരി കുളി കഴിഞ്ഞിറങ്ങി. ദേഹം തോർത്തുകൊണ്ട് തുളച്ച ശേഷം ചോദിച്ചു, എന്താ മാഷെ ഒരാലോചന? വീട്ടിലറിയിക്കണ്ടേ ശാരി? അറിയിക്കണം. നാളെ തന്നെ നമുക്ക് ചിറ്റൂർ പോയി ഡോക്ടർ കുഞ്ഞമ്മ പിള്ളയെ കാണണം. കണ്ട് കൺഫേം ആയതിനു ശേഷം നമുക്കറിയിക്കാം. അതുമതി. അച്ഛൻ വരട്ടെ. വന്നിട്ട് നമുക്ക് വിളിപ്പിക്കാം. തുടരും.